الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. മുസ്ലിം ആളുകളി ശ്രമിക്കാം. ഹലോ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ജാമിഉ സഗീർ എന്നൊരു ഹദീസിന്റെ കിതാബുണ്ട്. ജാമിഉ സഗീർ അത് ജാമിഉൽ കബീറിന്റെ മുഖ്തസറാണ്. ജാമിഉൽ കബീർ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്. അതിനെ സഗീറാക്കി. ആ സഗീറിൽ നിന്ന് 700 ചില്ലാനം ഹദീസുകൾ മുപ്പറമ്പാക്കി തെരഞ്ഞെടുത്തു. അതിന്റെ പേര് എന്താക്കിയത് നൈലുൽ മറാം മിൻ അഹാദീസ് ഖൈറുൽ അനാം. അങ്ങനെ ഇട്ടതിന് ശേഷം മൂപ്പർ ഉസ്താദ് എന്താ പറഞ്ഞു, നീ തന്നെ ഒരു ശറഹ് ചെയ്ത്. അപ്പം മത്തിനെ ഒരുമിച്ച് കൂട്ടിയതും ഹദീസ് പിന്നെ ഉണ്ടാക്കിയതല്ല, മത്തിനെ ഒരുമിച്ച് കൂട്ടിയതും അതിനെ ശറഹ് ചെയ്തത് ഒരാൾ തന്നെ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ജർദാനി എന്നാണ് ഓരോ പേര്. ഒരുപാട് അടുത്ത കാലത്തുള്ള ആളാണ്. ബജുൽ ഇമാമിന്റെ കാലമായിട്ട് വരും. മജുൽമാമിന് ശേഷം ഉണ്ടാവുന്നു. കാരണം യാനത്തിന്റെ നക്കലുകൾ മുപ്പത് വേറെ കിതാബിൽ കാണുന്നുണ്ട്. യാനത്തിന്റെ 30 ഇതില്ലേ ഫത്തുഹല്ലാമിൽ യാനത്തിന്റെ നക്കല് കാണുന്നുണ്ട്. അങ്ങനെ കാണണമെങ്കിൽ ഒന്നിക്കൽ യാനത്തിന് ശേഷമാണ് അവർ കൃത്യമായി ഡേറ്റ് കിട്ടിയിട്ടില്ല. യാനത്തിന്റെ ഇപ്പൊ 1300 ശേഷമല്ലേ ഉപ്പാപ്പുറത്ത് നോക്കിയില്ല. ഷാഫി ഫിഖ് ഓതുന്നത് മക്കത്തുനിന്ന് ഞാൻ തന്നെ മുസന്നിഫിനാക്കാനാണ്. അത് കുറച്ചോളം മനസ്സിലാക്കുക അതിന്റെ മഹിമ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്തടുത്ത് വെച്ചത്തിൽ കാണാനാ. അൽഹംദുലില്ലാഹില്ലദീ ശറഹ സുദൂറ അഹ്ബാബിഹി ബിനൂരിൽ യഖീൻ وأذاقهم لذة قربه وأنسه فشغلهم عن الخلق أجمعين. وأشهد أن لا إله إلا الله وحده لا شريك له رب السماوات والأرضين. وأشهد أن سيدنا محمدا عبده ورسوله الصادق الأمين المبلغ كل ما أمر بتبليغه من رب العالمين. صلى الله وسلم عليه وعلى آله وأصحابه الطيبين الطاهرين صلاة وسلاما دائمين متلازمين إلى يوم الدين. وعليكم السلام. അതാണ് അവരുടെ ആദ്യത്തെ മുഖദ്ദിമ. സർവസ്തുതിയും അല്ലാഹു തആലക്ക് മാത്രം. അതിനെ തുടർന്ന് ശറഹ സുദൂറ അഹ്ബാബിഹി, അല്ലാഹു തആല അവന്റെ അഹ്ബാബിങ്ങളുടെ സദറുകളെ വിശാലമാക്കി നൂറുൽ യഖീൻ കൊണ്ട്. നൂറുൽ യഖീൻ കൊണ്ട് ഖൽബിനെ വിശാലമാക്കി. അപ്പോൾ നിഅമത്ത് പറഞ്ഞിട്ട് ഹംദ് ചെയ്താൽ എന്തായി? അത് ഹംദുമായി ശുക്റുമായി. മാത്രമല്ല വഅദാഖഹും, അവന്റെ അഹ്ബാബിങ്ങളെ അല്ലാഹു തആല രുചിപ്പിച്ച്, ലദ്ദത ഖുർബിഹി വഉൻസിഹി, അവന്റെ ഖുർബിന്റെയും ഉൻസ് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് തന്നെ ലോകമെല്ലാം മറന്നിട്ട് അവനെ കൊണ്ട് തന്നെ സോലായിക്കൊണ്ടുള്ള ഒരു മനസ്സിന് തന്നെ ആശ്വാസത്തിനാണ് ഉൻസ് എന്ന് പറയുന്നത്. മഹബത്തിന്റെ ലാസ്റ്റ് അവിടത്തേക്ക് എത്തുക ഉൻസ്, പിന്നെ വേറൊന്നും വേണ്ട. ആ കുറുബും ഉൻസും കൊണ്ടുള്ള ലദ്ദത്ത് അല്ലാഹു തആല അവർക്ക് ആസ്വദിപ്പിച്ചു. അപ്പൊ അങ്ങനെ ആക്കിയപ്പോൾ ഫശഗലഹും അനിൽ ഖൽഖി അജ്മഈൻ, മുഴുവൻ ഖൽഖിനെ തൊട്ടും അവർ അത് ശുഗലാക്കിയിരിക്കുന്നു. ഇനി വേറൊന്നും വേണ്ട. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റൊരുത്തനും ഇലാഹില്ല. അവൻ ഏകനാണ്, അവന്റെ കൂട്ടുകാരില്ല. ഇത് റബ്ബുസ് സമാവാതി വൽ അർളീൻ, മുഴുവൻ ആകാശങ്ങളുടെയും മുഴുവൻ ഭൂമികളുടെയും റബ്ബാണവൻ. എന്നുവെച്ചാൽ അതിലുള്ള വസ്തുക്കളടക്കം. ഇനി റുബൂബിയ്യത്തിനപ്പുറം പറയാനില്ല.
അതുകൊണ്ട് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ റബൂബിയ്യത്തിന്റെ ഞാമായ അല്ലാത്ത എല്ലാവർക്കും അൽ ആലമീൻ എന്താക്കി ഇതിന്റെ സമാവാത്ത് അള്ളാഹി രണ്ട് വലിയ പ്രധാന പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഇനി മഹൽ വെച്ച സമാവാത്തിൽ പല ഇനങ്ങളുണ്ട്, അറുപതിൽ പല ഇനങ്ങളുണ്ട്. വഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബ്ദാണ്, റസൂലാണ്, സാദിഖുൽ അമീനാണ്, അൽ മുബല്ലിഗ് എത്തിച്ചു കൊടുക്കുന്നവരാണ്, കുല്ലമാ ഉമിറ ബിതബ്ലീഗിഹി എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കും റബ്ബുൽ ആലമീന്റെ വക്കൽ നിന്ന്. സല്ലല്ലാഹു വസല്ലമ അലൈഹി വഅലാ ആലിഹി വസ്വഹാബിഹി ത്വയ്യിബീന ത്വാഹിരീൻ സ്വലാത്തൻ വസലാമൻ ദായിമൈനി മുതലാസിമൈനി ഇലാ യൗമിദ്ദീൻ. അക്കതിരിയല്ല. അമ്മാ ബഅദു അൽ ഫാനി ഫഖീറായ ഒരു അബ്ദ്, ഫാനിയായ അബ്ദ് എന്ന് പറഞ്ഞാൽ മൂപ്പർ എന്താക്കുന്നത് ഞാനൊന്നുമില്ല, വെറും ഫനായില്ലാണ് എന്നുവെച്ചാൽ ഔലിയാക്കന്മാരുടെ ഫന അതും ആകാം, അതും അല്ലെങ്കിലോ ഒന്നുമില്ലാത്ത ആള്, ഒന്നുമില്ല. ആരാണ്? മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ജർദാനി എന്ന് പറഞ്ഞവരാണ് ഒരു പറയുന്നത്. നൈലുൽ മറാം മിൻ അഹാദീസി ഖൈറുൽ അനാം എന്ന കിതാബ് പൂർത്തിയായി. അങ്ങനത്തെ കിതാബാണ് ജമാഅത്തുഹു മിൻ കിതാബിൽ ജാമിഉ സഗീർ മിൻ ഹദീസിൽ ബശീർ നദീർ. അൽ ജാമിഉ സഗീർ മിൻ ഹദീസിൽ ബശീർ നദീർ എന്നത് സുയൂത്തി ഇമാമിന്റെ കിതാബാണ്. അതിൽ നിന്നാണ് ഞാൻ ഒരുമിച്ച് കൂട്ടിയത്. ഇത് നൈലുൽ മറാം. അത് പൂർത്തിയായപ്പോൾ എന്റെ ജവാബ് പറയട്ടെ. എന്റെ ശൈഖ് കൽപ്പിച്ചു ബിശർഹിഹി കൊണ്ടത് മലായിക്കത്തിന്റെ ഹുദൂർ ഉണ്ടാക്കി കൂക്കുന്നതാണ് കിതാബിൽ തന്നെ പറയും. എന്നെ പായിക്കാത്ത ഷറഹ് ചെയ്യാൻ വേണ്ടി എന്നോട് ശൈഖ് കൽപ്പിച്ചു. അങ്ങനെ ശൈഖിന്റെ കൽപ്പനക്ക് വഴിപ്പെടാൻ വേണ്ടി ഞാൻ എത്രയും പെട്ടെന്ന് രംഗത്ത് വന്നു, വൈകില്ല. ഷെയ്ഖിനോട് എന്റെ മേലിൽ വാജിബത്തായ കുറെ ഹക്കുണ്ടല്ലോ, ആ ഹക്കിനെ അല്പമെങ്കിലും വീട്ടാൻ കുറെ ഹക്കുണ്ട്. ആ ഹക്കിൽപ്പെട്ട ഒന്നാണ് കൽപ്പിച്ചുകാരൻ അനുസരിക്കുന്നത്. അതുപോലെ ആ ഹുക്കൂക്കിന്റെ ബാക്കിയാണ് അവരെ മക്കളിൽ നിന്ന് അവരെ മുഖേനുണ്ടല്ലോ, അവരെ മുഖേന അവരെ അള്ളാഹുവിന്റെ ഒരുപാട് തഫദ്ദുലാത്തുകൾ എന്നിലേക്ക് ചേർന്നിട്ടുണ്ട്. അതിനും ചില ഹക്ക് വീട്ടി കൊടുക്കാനുണ്ട്. അതിന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇതിനുള്ള എല്ലാ ഇഹാനത്തിനെയും ഞാൻ തൊടുന്നവനായിക്കൊണ്ടാണ് ഇനി ഇറങ്ങിയത്. കബൂലിനെയും ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവിന്റെ പക്കൽ നിന്ന്. താലിബന്റെ ബാക്കി ഞാൻ ആഗ്രഹിക്കുന്നവനായിട്ട് തങ്ങളുടെ സുന്നത്തിന് ഖിദ്മത്ത് ചെയ്ത ഖാദിമ്യങ്ങളുണ്ടല്ലോ, ആ ഖാദിമ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ഞാൻ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നു. القبول الرسول അങ്ങനെ അല്ലാഹു തആലാന്റെ ഹംദോട് കൂടി പറയട്ടെ. കിതാബ് വന്നിരിക്കുന്നു ശറഹൻ ലതീഫൻ, വളരെ ലതീഫായ ഒരു ശറഹ്. വമദഅൻ ഹസനൻ ലരീഫൻ, ലരീഫ് എന്ന് പറഞ്ഞാൽ വളരെ ആകർഷണീയമായ ഒരു നല്ല ഒരു വദുആയിട്ട് വന്നിട്ടുണ്ട്. കാശിഫൻ, അത് തന്നെ വെളിപ്പെടുത്തുന്നത് ബഅദ അസ്റാരിഹി, ആ കിതാബിന്റെ അസ്റാറുകൾ വെളിപ്പെടുത്തും. ലിതാലിബിഹി, അത് തേടുന്നാക്കി. അപ്പോൾ ഷറഹൻ ലത്തീഫാണ്, വദഅൻ ഹസനാണ്, ലരീഫാണ്. അതുപോലെ ഈ ഹദീസിന്റെ കിതാബില്ലേ നൈലുൽ മറാം, അതിന്റെ തേടുന്ന ആളുകൾക്ക് അതിന്റെ അസ്റാർ അല്പം വെളിപ്പെടുത്തി തരും. എല്ലാം എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുപോലെ നാഫിയൻ നിഖാബ അൻ വുജൂഹി മഹാസിനിഹി, നൈലുൽ മറാമിന്റെ മഹാസിൻ, അതിന്റെ ഭംഗിന്റെ മുമ്പിൽ ഒന്നുണ്ടാകും, ഒരു മുഖംമൂടി ഉണ്ടാകും, നിഖാബ്. ആ ഭംഗി ഒരാൾ കാണണം. ആ മുഖംമൂടി ഞാൻ ഉണ്ടാക്കും ഉയർത്തി എന്ന രീതിയിൽ. അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക്. അതുകൊണ്ട് ആ മുഖമൂടി നീക്കിയപ്പോ അതിന്റെ ഭംഗിയെല്ലാം കണ്ടില്ലേ, ആ കണ്ടിട്ട് ആ റുഹിയത്ത് കൊണ്ട് ഗനീമത്തെടുക്കാൻ കണ്ടൊരു വിജയം. അതിന്റെ ഖിറാഅത്തിനെ മുറുകെ പിടിച്ച് ഒരിക്കൽ വിട്ടുകളയാണ്ട് മുറുക്കം പിടിച്ച് ഒരുത്തന്നെ എന്തൊരു സഹാദത്തായിരിക്കും അതിനെ കിട്ടാൻ പോകുന്നു. കൈഫല, എങ്ങനെ കിട്ടാണ്ടിരിക്കുക? അതിന്റെ അസ്ലിയ കിതാബ്
അസ്ലിയ കിതാബ് ജാമിഅ സഗീറിന്റെ അൻവാർ ഇതിന്റെ മുഖത്ത് വെളിപ്പെടുന്നുണ്ട്. അത് ഇതിന്റെ അസ്ലാണ്. അപ്പൊ അസ്ലിന്റെ അസ്റാർ അവിടെ കാണും, ഫറഇൽ കാണും. വഅശറഖത്ത് ശംസു ശാരിഹീഹി ജാമിഉ സഗീറിന് ശറഹ് ചെയ്ത കുറേ ആളുകളുണ്ട്. അവരുടെ ശംസുണ്ടല്ലോ അലാ ഖുബ്റത്തി ഇതിന്റെ മുഖത്ത് പ്രകടമായി കുതിച്ചു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരിൽ നിന്ന് ഞാൻ നഖിലോട് സ്വീകരിക്കും. ഇനിയോ ഷറഹ് കൂടാണ്ട് അതിന് ഹാഷിയുണ്ടല്ലോ, ഷറഹിന്റെ മോഡൽ വ്യാഖ്യാനം കൊടുക്കുന്ന ഹാഷി. ആ മുഹസ്സികളുടെ ബദർ എന്തായിട്ടോ പ്രകാശിക്കുന്നതായി ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ഏത് സാധനത്തിന്റെയും പാർശ്വഭാഗങ്ങളിൽ അർത്ഥം. അതുപോലെ അതിന്റെ ബക്ക്, ഒരു വസ്ത്രത്തിന്റെ ഒരു പള്ള, അതുപോലെ വസ്ത്രത്തിന് കൊടുക്കുന്ന കരയില്ലേ, അപ്പൊ അതിന് ഒരു പ്രയോഗമാണ്. അപ്പൊ ഹീന്റെ നമീറെല്ലായിടത്തേക്ക് അവർക്കുന്നത് നമ്മളെ ഷറഹിലേക്ക് കിതാബ് ഷറഹടക്കം ജബ്ഹത്തിഹി ബിറുഇയതിഹി ലിഖിറാഅതിഹി അൻവർ ജമി ഫി ജബ്ഹത്തിഹി ഉർറതിഹി പിന്നെ ഖതുറതിഹി എന്ന് പറഞ്ഞ എല്ലാ നമീർ കൊണ്ടാന്ന കിതാബിലേക്ക്. ഇതൊക്കെയാണ് നേട്ടുണ്ടായത്. ജാമിഅ സഗീറിന്റെ അൻവാർ മുഴുവനും ഇതിന്റെ മുകളിൽ പ്രകാശിക്കുന്നുണ്ട്. അതിനെ ഷറഹ് ചെയ്ത ആളുകളുടെ ശംസ് ഇതിന്റെ മുകളിൽ പ്രകാശിച്ചിട്ടുണ്ട്. ഹാഷിയാണ് ബദറല്ലേ, ശംസ് ഷറഹ് ചെയ്ത ആള് ശംസിനാക്കി, ഹാഷിയാണ് ബദറു. എന്തുകൊണ്ട് അതിൽ നിന്ന് പിടിച്ചിട്ടാണല്ലോ എഴുതുന്നത്. എന്തൊരു പ്രയോഗമാണ്. അതെല്ലാം ഇതിൽ പ്രകടമായി കാണാം. വലമ്മ മന്നല്ലാഹു അലയ്യ ബിൽ ഇത്മാം ഇത് പൂർത്തിയാക്കലുകൊണ്ട് അല്ലാഹു തആല എനിക്ക് മിന്നത്ത് ചെയ്തു. വഫാഹ മിസ്കുൽ ഖിതാം എന്ന് പറഞ്ഞാൽ കസ്തൂരി, പെട്ടീനെ കുളിച്ച കസ്തൂരിയുടെ ഖിതാം എന്ന് പറഞ്ഞാൽ ഏതാ, സീലുവെക്കപ്പെട്ട കസ്തൂരി ഉണ്ട്. അതിന് പെട്ടെന്ന് മണം പുറത്തു പോകാതിരിക്കുക. പൊട്ടിക്കലോടുകൂടെ അതിന്റെ പരിമളം കിട്ടി വരും. വെച്ചാൽ അത്ര ക്ലിയറായി. സമ്മൈതുഹു അതിന് പേര് കൊടുത്ത് മിസ്ബാഹുൽ മലാം ബി ശർഹി നൈലുൽ മറാം എന്ന് പേര്. അപ്പൊ ജാമിഅ സഗീർ അസ്ലി അതിൽ നിന്നെന്താക്കി നൈലുൽ മറാം കിതാബ് ഹദീസ് എടുത്തു വിട്ടു. 800 ഹദീസ് ഉണ്ടാവും, കണ്ണം പറയും. മിസ്ബാഹുൽ മലാം എന്ന് അതിന് പേര് കൊടുത്തു. ഇനി പറയുന്ന മറ്റൊരു പേര് കൊടുക്കാന്ന് വയലീഖു അൻ യുദ്ആ ബി ബഹജത്തുൽ അനാം ഫീ ശർഹി നൈലുൽ മറാം, അങ്ങനെയും കൊടുക്കാന്നാ പറയും. ബഹജത്തുൽ അനാം ഫീ ശർഹി നൈലുൽ മറാം എന്നും പഴയ പേര് കൊടുക്കാം. 2 പേരുണ്ട്. ഇഷ്ടമുള്ള പേര് വിളിച്ചോ, പേര് കൊടുക്കില്ലല്ല കാര്യം. ഇനി പറയുന്നത് ഓരോ കരിമത്ത് വായിക്കിട. ഞാന് ഒരു കിതാബ് ഉണ്ടാക്കാൻ ഒരുമിച്ച് കൂട്ടാനുള്ള അഹിലല്ലെങ്കിലും അതിന് പണിക്ക് കഴിഞ്ഞു. ലാക്കിൻ തതഫൽതു ഞാൻ മുത്തഫിലായില്ല, അതായത് ക്ഷണിക്കാണ്ട് പോകും. ഉമ്മാനെ വങ്ങത്തിന് എന്താക്കും, മുല പിടിക്കുന്ന കുഞ്ഞ് ഒന്നിച്ചു പോകും താബിയായിട്ട്. അപ്പൊ തിഫിലി അപ്പൊ തതഫലാന്ന് പറഞ്ഞാൽ വേറെ ആളാക്കിയതിന് പിന്നാലെ നടക്കല്. ഇവിടെ തതഫൽതു അലാ ബാബിൽ ഫത്താഹിൻ ലത്തീഫായ അള്ളാഹുവിന്റെ ബാധക്കൽ ഞാൻ എന്താക്കി ഒരു കുഞ്ഞു കുടുംബം കൂടിക്കൊടുത്തു. സലാഹിന്റെ ഹരികാരോട് തശബ്ബുഹായി തഹഖുഖിന് സാധിക്കില്ല എന്ന് ആദ്യം പറഞ്ഞു. കാരണം ബൈത്തിന്റെ കഷ്ണാണ്. കിറാമായ ആളുകളോട് തശബ്ബുഹാകൽ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിജയമാണ്. ഏതെങ്കിലും തമ്മാടികളെ കോലത്തിലല്ല വന്നത്, കിറാമിന്റെ കോലത്തിൽ തശബ്ബുഹാക്ക എന്ന് പറഞ്ഞാൽ തന്നെ എന്താന്ന്. ഒരു ഷായിർ പറഞ്ഞ വാക്ക് കൊണ്ട് തമസ്സൽ, പണ്ട് ഷമായിലോതിയുടെ തമസ്സൽ എന്ന് പറഞ്ഞാൽ വേറൊരാള് പറഞ്ഞ പാട്ടെടുത്തിട്ട് എന്താക്കും, നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തും. സ്വന്തം ഉണ്ടാക്കാൻ കഴിയൂല. ആ പാട്ടെടുത്തിട്ട് വെക്കും. എന്നൊക്കെ പറയുമ്പോൾ മുസലിമ പറഞ്ഞ കോല് മറ്റോട് പറഞ്ഞ കോല് എന്താക്കും, ഷാഹിദായിട്ട് എടുത്ത് വെക്കും. അസീറു ഖൽഫൽ ഖാമിൽ ഖൗമി ലാ ഹറജിൻ مؤملا جبر ما لاقيت من عوجي وإن لحقت بهم من بعد ما سبقوا فكم لرب السماء في الناس من فرجي وإن ضللت بقفر الأرض منقطعا فما على عوج في ذاك من حرجي. ഇത് വേറൊരാൾ പാടിയ പാട്ടാണ്. ആ പാട്ട് പാടിയാൽ എന്നുവെച്ചാൽ
ഞാൻ നടക്കാൻ കഴിയാത്തൊരു മുടവനാണ്. അപ്പൊ ആ മുടത്തൻ എന്താക്കും, നല്ല സ്പീഡിൽ ഓടുന്ന ആളെ പിന്നാലെ ഒന്നിച്ചടക്കും. അപ്പൊ ഒന്നിക്കെന്താക്കും, ഓറൊക്കെ എത്തി എന്നാ ഭാഗ്യം തന്നെ, എത്തിയിട്ടില്ലേ അയാൾക്ക് മുടന്തനാന്ന് പറഞ്ഞിട്ട് ബൈക്കോടെ കടന്നോട്ടെ എന്നാ ആരും കുറ്റം പറഞ്ഞോ? മുടന്തനായിട്ടല്ലേ, എന്നെ കുറ്റം പറയാനില്ലല്ല. അപ്പൊ ഇതേതാന്ന് മുടന്തൻ ഓറോറെ പറ്റിയാ പറയും. സ്പീഡ് നടക്കുന്ന ആളാരാ മുമ്പ് കഴിഞ്ഞ് ശാരീരികൾ അതാ അസീറു, ഞാൻ നടക്കുന്നു അൽക്കൗമിന്റെ വാഹനത്തിന്റെ പിന്നിൽ ഒരു വാഹന സംഘമുണ്ട് സ്പീഡിലോടുന്ന ഓറ പിന്നെ ഞാൻ നടക്കാൻ കഴിയും. അത് തന്നെ ആറജി മുടന്തനായതിരിക്കും. വണ്ടിക്ക് ഏതാണ് സ്പീഡും ഉണ്ട്, നമ്മ നടത്തത്തിനാണ് മുടന്തും. അപ്പൊ രണ്ട് വെയിലുണ്ട്. എന്തിനാണ്? മുഅമ്മിലൻ, ഞാൻ ആഗ്രഹിച്ചവനായിട്ട് ജബ്രമാലാക്കൈതുമിൻ ഇവജി, വഴിയിലുള്ള വളവും തിരുമല്ലുണ്ടല്ലോ, ആ വളവും തിരുമല്ലും പൊട്ടിട്ട് അത് പരിഹാരമാകുമ്പോൾ അകലിച്ചെന്ന് ഓറ കൂടെ പെയ്തിട്ടൂല. അപ്പൊ ഫൈൻ ലഹക്കത്തുബിഹിം, ഞാൻ അവരോട് ചേർന്ന, ഒന്നിക്ക് ചേരും അല്ലെങ്കിൽ ചേരൂലല്ലോ, ചേർന്ന് മീൻപാതി മാസമൊക്കെ ഓറ് മുന്നിൽ പോയപ്പോ ഞാൻ ഓറ പിന്നാലെന്താക്കി ചേർന്ന്. അങ്ങനെ ചേർന്നാൽ എന്താ പ്രശ്നം? പക്കം റബ്ബിസമ, ആകാശത്തിന്റെ റബ്ബായ അള്ളാഹു താലാക്ക് എത്രയുണ്ട് ഫിന്നാസി, ജനങ്ങളിൽ ഫറജ്, എന്തെല്ലാം സന്തോഷം കൊടുക്കുന്നുണ്ട്. അത് അള്ളാഹ്ക്ക് അശക്തമായ കാര്യം എന്നല്ല, അള്ളാഹ് നല്ല കൊടുക്കും. അപ്പോ ഇത് ശരിയായ ജവാബല്ല, ജവാബിന്റെ ഇല്ലത്തത്. ഞാൻ ചേർന്നെങ്കിൽ, അവർ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ചേർന്നെങ്കിൽ എന്ന് പറഞ്ഞാലും ഉത്തര ആയിട്ടില്ല. എന്താന്ന് ഞാൻ വിജയിച്ചു. കാരണം ഫക്കം റബ്ബിസമ, ആകാശം ഭരിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിന് ജനങ്ങളിൽ എന്തെല്ലാം സന്തോഷങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും, അത് വെച്ചുകൊണ്ട് ഞാൻ ജയിച്ചല്ലോ. അപ്പൊ ഫക്കം എന്നുള്ളത് ചേർന്നെങ്കിൽ എന്ന് പറഞ്ഞത് ജവാബായിട്ടില്ല. പിന്നെന്താന്ന്, ജവാബിന് ഇല്ലത്താണ്. ഇനിയല്ല ചേർന്നില്ല, ഞാൻ നിന്നുപോയി എന്നാ എന്നെ കുറ്റം പറയണ്ട, അയാൾക്ക് വണ്ടിയും ഇല്ല മുടന്തനുമാണ്. അപ്പൊ രണ്ട് കാരണത്താൽ അയാൾ ബേക്കോട്ടാവുമല്ലോ. അതാ ആളൊഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു മരുഭൂമിയിലുണ്ടല്ലോ, അവിടെ ഞാൻ ബാക്കിയായി മുൻകത്തിയാൻ ഓറുമായി ബന്ധം വിട്ടിട്ട് ബാക്കിയായി വയ്ക്കുന്ന മുടന്തുള്ളാക്ക് പറയാൻ പറ്റൂല. ഹറജ് പറയാൻ പറ്റൂല. അത് ഖുർആനായത്തിന്റെ ഒരു ഇതാണ്. കുരുടന്മാരായ ആളുകൾക്ക് ഹറജില്ല, യുദ്ധത്തിന് പോകേണ്ടതില്ല. അതുപോലെ മുടന്തന്മാരായ അംഗവൈകല്യമുള്ള ആളുകൾക്ക് യുദ്ധത്തിന് പോകേണ്ടതില്ല. വല അലൽ മരീദ ഹറജ്, രോഗികൾക്കും ഹറജില്ല. അപ്പൊ ഖുർആനിൽ പറഞ്ഞ ഒരു ഹറജില്ലായ്മ മൂപ്പർ ബൈത്താക്കി എടുത്തിട്ടുണ്ട്. ഫമാ അല ഹറജിൻ മിൻ ഹറജിൻ ഫീ ദാക്. വണ്ടിക്കാരോടൊപ്പം മുടന്ന് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാൻ ഒന്നുമില്ലല്ലോ. ഇനി എത്തി, അത് അല്ലാതെ നോക്കേണ്ടത്. എന്നോടൊപ്പം അല അന്നി അക്കൂലു, ഇനി ഞാൻ പറയുന്നത് കമാകാല ബാധവും ചിലർ പറഞ്ഞിട്ടുണ്ട്, അതും വേറൊരു അളവിറ്റ്. وأرجو الثواب بكتب الصلاة على السيد المصطفى أحمد. صلاة سلام لما سرمدا نشرت متبارك فاول 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 മനസ്സിലെ ഇതിനൊക്കെ CD കണ്ടല്ലോ അങ്ങനത്തെ പാട്ടിന്റെ ശരി. സലാത്തും സലാമുൻ ഹുമാ സർമദ അല്ലാഹു അക്ബർ. അതന്നെ. ഈ കിതാബ് ഉണ്ടാക്കുന്ന വിഷയത്തിൽ മൂപ്പർ ഇവിടെ ഫീഹ കൊള്ളിച്ച്, മറ്റൊരു സ്ഥലത്ത് മറ്റൊന്നാണ്. ഇതില് സിവാ അന്നനി അറാഹു ഹവൻ, ഇതൊരു ആഗ്രഹമായിട്ടില്ലാണ്ട് ഞാൻ കാണുന്നില്ല. ഒരാഗ്രഹം വിജയിക്കുമല്ലോ എന്ന് പറയുന്നത് എന്റെ ഒരു ആശയമാണ്. സിവാ അന്നനി അന്നനി അറാഹു ഹവൻ, ഒരു നല്ല ലക്ഷ്യത്തിനോട് മുവാഫിക്കായ ഒരു ആശ. ആശക്ക് പലതുണ്ട്, നല്ല ലക്ഷ്യമുണ്ട്, ചീത്ത ലക്ഷ്യമുണ്ട്. നല്ല ലക്ഷ്യത്തിനോട് മുവാഫിക്കായ ഒരു തടിഹമായിട്ടേ ഞാനിപ്പം കാണുന്നുള്ളൂ. അത് പിന്നെ ഒന്നുമില്ലേ. ഹദീസുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ. അതൊരു കാര്യം ചിരിക്കട്ടെ, അതിന്റെ സവാബ് കിട്ടുമല്ലോ. മറ്റുള്ള ഫിഖിന്റെ കിതാബിൽ അത്രത്തോളം സലാത്ത് നടക്കൂല. അവിടെ മുഹദ്ദിസീങ്ങളെ പറ്റി കസറത്തു സലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹദ്ദിസീങ്ങളാന്ന് പറയുന്നത്.
എന്നിട്ട് ഓരോ ഹദീസ് വായിക്കുന്നതോറും അങ്ങനെ പറയുന്നതോറും സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നാളും പറയും കേൾക്കുന്നാളും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ആ വബിൽ ജുംല മൊത്തത്തിൽ പറയാം. ഞാൻ ഇതിന് ഒരുമിച്ച് കൂട്ടിയത് മീൻ ശറഹിൽ അസീസി വൽ മനാവി വഹാശിയത്തിൽ ഹഫനി അലൽ അസ്ൽ. ഇതെന്റെ സ്വന്തം വകയൊന്നുമല്ല. അൽ അസീസി എന്ന് പറഞ്ഞ ഒരാളുടെ ഇടക്കിടക്ക് മുപ്പറ് പറയും. അതൊക്കെ എന്റെ അസലിന് ഷർഹെഴുതിയ ആളാണ്. എത്ര പറഞ്ഞില്ലേ ഷാദിയങ്ങളുണ്ട്. അതുപോലെ മനാവി ഹാഷ്യത്തിൽ ഹഫനി, ഹഫനിന്റെ ഹാഷ്യൽ അലൽ അസ്ൽ. അസ്ലതാ ജാമി സഗീർ. അപ്പൊ ജാമി സഗീറിന് അസീസി മനാവിയത് 2 ഷറഹ്. അതാ ഷറഹൈ. അതിന് ഹഫനിയുടെ ഹാഷ്യ. ഇതിൽ നിന്നാണ് ഇതിനൊക്കെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയത്. അലൽ അസ്ൽ ഇത് ജാമി സഗീർ. മനസ്സിലായിപ്പോ 2 ഷറഹുകളാണ്. ഒന്ന് അസീസ്, മറ്റൊരു മനാവി. ഈ 2 ഷറഹും അതുപോലെ ഹഫനിയുടെ ഹാഷ്യ, ഇതിൽ നിന്നാണ് ഞാൻ ഇതിനെ ഒരുമിച്ച് കൂട്ടുന്നത്. ഫമാ കാന ഫീഹി മിൻ സവാബിൻ, എൻ്റെ ഈ കിതാബിൽ വല്ല സവാബും കണ്ടെത്തിയിട്ടുണ്ടോ ഫമൻസൂബുല്ലഹു, അത് ഓറിലേക്ക് ചേർക്കണം. എന്റേതാന്ന് പറയാൻ വേണ്ട, ഓറിലേക്ക് ചേർത്തോട്ടേക്കാം. വമാ കാന മിൻ ഖതഇൻ, ഇനി വല്ല ഖതഉം വന്നു പോയോ ഫമിൻ സല്ലത്തിൽ ഖദമി ഹാലൻ നഖൽ, നഖൽ ചെയ്യുന്ന അവസരത്തിൽ പേന എഴുതിപ്പോയതായിരിക്കും. ഞാൻ ബോധപൂർവ്വം ചെയ്തിട്ടില്ല. നഖൽ ചെയ്യുന്ന അവസരത്തിൽ ഇനി വഹല്ലൈതുഹു, ഞാൻ ഇതിന് ആഭരണം നൽകിയിട്ടുണ്ട്. ആദ്യം എല്ലാം ക്ലിയറാക്കിയല്ല, ഇനി ആഭരണം കൊടുക്കണം. ബിഫവായില ശരീഫത്തിൻ വഹികായാത്തിൻ വനികാത്തിൻ ശരീഫത്തിൻ, മഹത്തരമായ കുറെ ഫവായിദുകൾ, അതുപോലെ തന്നെ കുറെ ചരിത്ര കഥകൾ, അതുപോലെ അത്ഭുതകരമായ ചില രഹസ്യങ്ങൾ. നിക്ത എന്ന് പറഞ്ഞാൽ ഒരു കുറ്റൻസുകളില്ലേ, മറിഞ്ഞു കിടക്കുന്ന രഹസ്യം, ഇതുകൊണ്ടെല്ലാം ഞാൻ ആഭരണമാക്കി കൊടുത്തിട്ടുണ്ട്. അതും എൻ്റെ സ്വന്തം വക, എന്നെ വേറെ കിതാബിൽ നിന്ന ജമാഅത്തു ഗാലിബഹ, അതിൽപ്പെട്ട ഗാലിബിനെയും അധികത്തിനെയും ഞാൻ ഒരുമിച്ച് കൂട്ടിയത് അല്ലാമത്തുൽ കൽജൂബി നഖൽ ചെയ്തതിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ അല്ലാമത്തു ശൈഖ് അബ്ദുറഹ്മാൻ സഫൂരി ഓർ ഒരുമിച്ച് കൂട്ടത്തിൽ നിന്നും എടുത്തതാണ്. ومن شرح العلامة الشيخ أحمد السحيمي على متن الأربعين للشيخ النووي رحمه الله. നബവി ഇമാമിന്റെ 40 എന്ന് പറഞ്ഞിട്ട് മത്തിനുണ്ട്, 40 പ്രസിദ്ധമായ ഹദീസ്. ആ ഹദീസിന് അഷേഖ് അഹമ്മദ് സുഹൈമി ഷറഹ് എഴുതിയിട്ടുണ്ട്. ആ ഷറഹിൽ നിന്നാണ് ഈ ആഭരണം എടുത്തത്. എത്ര കിതാബായി? ഒന്ന് കല്ലൂബിന്റെ നഖല്, അതുപോലെ അബ്ദുറഹ്മാൻ സഫൂരി, പിന്നെ അഹമ്മദ് സുഹൈമി മത്നുൽ അർബഈനക്ക് ശറഹ് എഴുതിയതിൽ 40 ആരതാണ്? ലിശൈഖ് നവവി റഹ്മത്തുള്ളാഹി ബിറഹ്മതിഹി വഅഅദ അലൈനാ വൽ മുസ്ലിമീന മിൻ ബറകതിഹി. അപ്പോൾ എത്രയോ കിതാബിന്റെ നഖലുകളായി. ഫഅർജു മിനൽ മുത്തലി അലൈഹി, ഇതിന്റെ മേലിൽ വെളിപ്പെട്ട ഒരാളെ വക്കൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാ യഹ്മിലു ഇഹ്തിഖാരി, എന്നെ നിസ്സാരമായി കാണൽ എന്നത് അയാളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അല തഅസ്സുഫ് എന്ന് പറഞ്ഞാൽ നീതികേടിന്റെ മേൽ. എന്നാരെങ്കിലും നിസ്സാരമാക്കുന്ന അയാൾ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായാലും നമ്മൊന്നും അങ്ങനെ ആക്കൂലേ, അത് വേറെ ചെറുപ്പം നമുക്ക് വലുതാണ്. ആരെങ്കിലും ഓരോ അടുത്ത കാലത്തില്ല ഓരോന്നിനെല്ലാം കഴിഞ്ഞെന്നെല്ലാം പറയുന്ന ആളുണ്ടാകും. അപ്പൊ എന്നോടുള്ള എത്തിക്കാറ് ഓനെ പ്രേരിപ്പിക്കാൻ പാടില്ല, ഇത് തഅസ്സുഫായി പോയി എന്ന് പറയാനുണ്ട്. പിന്നെ ഉപകാരം എടുത്തോളാം, നല്ലോണം കുറ്റം പറയാൻ നിൽക്കണ്ട. തിരിഞ്ഞാ വലൽ ഹവൻ നഫ്സാനിയു, അതുപോലെ തന്നെ ആ നോക്കുന്ന ആൾക്ക് നഫ്സാനിയായ ചില തടിഹവ ഉണ്ടാവും, അത് പ്രേരിപ്പിക്കരുത്. ഹക്ക് പറഞ്ഞതിനെ സ്വീകരിക്കുന്ന തൊട്ട് ഒരു പിന്തലി ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു ഹക്ക് പറഞ്ഞിട്ടുണ്ടാവും, ആ ഹക്ക് പറഞ്ഞതിന് ഓൻ പിന്തുന്നു സ്വീകരിക്കുന്നത്. അത് ഞാനും മൊയിലാറ് ഓറും മൊയിലാറുണ്ട്. അവർ ഇപ്പൊ അടുത്ത കാലത്തല്ല, എൻ്റെ അടുത്ത് ജീവിച്ചാണല്ലേ എന്നാ പറയലുണ്ടാവില്ല. അപ്പൊ ഹക്കിനെ തൊട്ടുള്ള തഖല്ലുഫ് അദ്ദേഹത്തിന് ഉണ്ടാവാൻ പാടില്ല ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്താ വേണ്ടത്? എന്തെങ്കിലും ഒരു പിഴവ് അല്ലെങ്കിൽ കുറെ പിഴവുകൾ കണ്ടെന്ന് വെച്ചാൽ തന്നെയും അവ നന്നാക്കിക്കൊള്ളട്ടെ. എനിക്ക് തെറ്റുപറ്റി നന്നാക്കി. ഇതുകൊണ്ട് കുറ്റങ്ങളെ തൊട്ട് മാസൂമല്ലല്ലോ ഞാൻ കുറ്റങ്ങളെ തൊട്ടുള്ള മാസൂമല്ലല്ലോ.
ഞാൻ തുടക്കത്തിലുള്ള ഒരാളായ കാരണത്താൽ മഅദൂറാണ് താൻ. ലിക്കൗനി മുബ്തദിഅൻ, കൗനിന്റെ ഖബറാണിത് മുബ്തദിഅൻ, മഅദൂറൻ ഖബറാണ്. ഇതിന്റെ ഞാൻ പ്രാരംഭ രംഗത്തുള്ള ഒരു വിദ്യാർത്ഥിനെ പോലത്തെ ആളായതുകൊണ്ട് മഅദൂറാണ് താനും. ഞാൻ വലിയ ആളൊന്നുമല്ലല്ലോ. വഇൻദി 2 3 വർഷം പിന്നെ വഇൻദി എൻ്റെ അടുക്കലാണെങ്കിൽ ഉണ്ടെന്താനും എനിക്ക് അജിസുണ്ട്, കുസൂറുണ്ട്, ഞാൻ സ്വയം സമ്മതിച്ച് പറയുന്ന ആളാണ്. സമ്മതിച്ച് പറയുന്ന ആളോടെ പിന്നെ കുറ്റപ്പെടുത്തി പറയണ്ടില്ല. ഞാൻ വാശി പിടിച്ചെങ്കിലല്ല പ്രശ്നം വരുന്നുള്ളൂ. അള്ളാഹുവിന്റെ ഫളിൽ ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിന് ഖാലിസായ ഒരമലാക്കണമേ എന്ന്. അത് കബൂൽ ചെയ്തുകൊണ്ട് എനിക്ക് അനുഗ്രഹം ചെയ്യണം എന്നും, ഈ കിതാബ് കൊണ്ട് ഉപകരിപ്പിക്കണം. ഇതിന്റെ ഉസൂൽ ഏതാണ്? മുമ്പ് കിതാബിന്റെ പേരിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതുവാകണം. ഇന്നഹു ജവാദുൻ കരീമുൻ വബിഇബാദിഹി റഊഫുർ റഹീം എന്നാണ്. അവിടെ ഉമ്മാനോട് കുറച്ച് ഇരിക്കാൻ പറഞ്ഞു. നല്ല പതായിലുണ്ട്. വേറെടല്ലോ പോകുന്നതിനേക്കാണ് നല്ല ഓട്ടിങ്ങോ വന്നാൽ വാങ്ങലല്ലേ അല്ലേ? അങ്ങാടി പോയി വാങ്ങുന്നതിനേക്കാണ് പെരക്കി കൊണ്ടുതന്ന വാങ്ങലില്ല. ഇപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതാണ് തുടങ്ങുന്നത്. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേര് കൊണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പം ബാന്റെ താലൂക്ക് എടുത്ത് കൊടുക്കണം. കൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കൊള്ളിക്കണ്ടേ? ഞാൻ താരീഫ് ഉണ്ടാക്കുന്നു. ബിസ്മില്ലാഹി എത്തുമ്പോൾ ആക്കുലു എന്നുണ്ടാവും. ബിസ്മില്ലാഹി എടുത്തിട്ട് എഴുതുമ്പോൾ അക്കത്ത് പോകുന്നുണ്ടാവും. അപ്പൊ ഏതൊരു ഫെയിലാണോ തുടങ്ങുന്നത് അതിന്റെ മുമ്പിലെല്ലാം കൊള്ളിച്ചോളാം. വസ്ത്രം ധരിക്കുന്നു, ബിസ്മില്ലാഹി ഞാൻ ഒന്നുണ്ടാക്കുന്നു, ബിസ്മില്ലാഹി ചൊല്ലി ഉറങ്ങുന്നു. അപ്പം പലതിനും കൊള്ളിക്കാൻ പറ്റിയ ഒരു കണക്ഷനാക്കി അവിടെ വെച്ചിരിക്കുന്നത്. എവിടെയാണെങ്കിൽ കുത്തിക്കും. അതുപോലെ മുതബരിക്കൻ വമുസ്തഈനൻ, എന്തിനാണ് ഈ ബാന്റെ മാനയെ പറയുന്നത്? ബാന്റെ മുത്താലൊക്കെ ഇപ്പം പറഞ്ഞത് വല്ലിഫു. ബാക്കൊരു മാന വേണ്ടേ? ബാക്ക് മാന എന്താണ്? ഒന്നെങ്കിൽ ഇസ്ത്യാനത്തിന്റെ വാക്കണം. ബിൽ ബസ്തഈൻ, ബാ ഉപയോഗിച്ച് ഇസ്ത്യാനത്തിന് പ്രയോഗിച്ചോന്ന് പറഞ്ഞു. അദ്ദി അതിന് ബാറാക്ക് ഫേലിന് വിട്ടുകിടക്കാൻ. ഞാൻ പോയി, സൈദിനെ കൂട്ടിയിട്ട് പോയി. അപ്പൊ എന്റെ പോക്ക് ആർക്കും കിട്ടി? സൈദിനും കിട്ടി. അതാണ് അദ്ദി. അതുപോലെ ബന്ധിപ്പിക്കലിന് പറയും അൽസെറ്റി. അതുപോലെ ഈ സാധനം ഞാൻ 10 റുപ്യക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ 10 റുപ്യന്റെ ഇവളാണ് ഈ സാധനം, അവ്വിലി. അതുപോലെ ഇസ്തിആനത്തിന്റെ ഭാഗമാണ് ബി എന്ന് പറയുന്നത്. ഇസ്തിആനത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇസ്തിആനത്താകുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ആലത്തിലെ കടക്കുന്ന പേന കൊണ്ട് ഇസ്തിആനത്ത് ചെയ്തു. അപ്പൊ അള്ളാൻ ആലത്താക്കി എന്ന് പറയണ്ട. ഞാൻ പറയുന്നത് തബറുക്ക് ഇസ്തിആനത്താണ് മുതബരിക്കാൻ. ബിസ്മില്ലാ അള്ളാഹുവിന്റെ പേര് കൊണ്ട് മുതബരിക്കായി മുസ്തഈനായിക്കൊണ്ട് തുടങ്ങുന്നു. എന്നല്ലാതെ സാധാരണ ആലത്ത് ഞാൻ ബടി കൊണ്ട് അടിച്ചു എന്ന് പറയുമ്പോൾ ബടി ആലത്താണ്. അങ്ങനെ അള്ളാഹിന് ഇസ്മാക്കാൻ പറ്റൂലല്ലോ. അതെന്തിനാണ് ബിസ്മി കൊണ്ട് തുടങ്ങുന്നതെന്നാ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താകും? അള്ളാഹു തആലാന്റെ പേര് കൊണ്ട് തല തുടങ്ങാത്ത ഒരു കാര്യം കൊണ്ട് ശറഅ് പരിഗണിക്കൂല എന്നറിയും. ശറഅയിലെ പാട്ട കൊണ്ടപ്പോന്നു അങ്ങനെ ഉണ്ടല്ലോ. ഒപ്പിടാത്ത കത്ത് ചിലർ വൈക്കൂലല്ല. അത് ഒപ്പിട്ടില്ല, സീൽ ചെയ്തിട്ടില്ല, ആ കത്ത് കലർന്ന് എഴുതാന്ന് പറഞ്ഞു. ഇതിന്റെ തുടക്കത്തിൽ ബിസ്മി കൊണ്ട് തല തുടങ്ങാത്ത ഏതൊരു കാര്യവും ശറഅയില് പരിഗണന ഉണ്ടാവില്ല. അങ്ങനെ കിട്ടി? പരിഗണന ഇല്ലാതെ എങ്ങനെ കിട്ടി? ഇമാമിൽ ഹദീസിൽ മശ്ഹൂറായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസ് എവിടെ? ഞാൻ പറഞ്ഞുതരാം. എല്ലാം തുരുത്തം പറഞ്ഞില്ല. ഒറ്റ വാക്കുകൊണ്ട് എന്തൊരു കഴിവാന്താ കൊടുത്തത്. മനസ്സിലായില്ലേ? ഹദീസിന് ശേഷം അടുത്ത് വരൂ. ഇനി പറയാ ഇസ്മ എന്നുള്ളത് നിന്ന് പിടിച്ചെന്നാ പറയും. ഉയർച്ച എന്നതിൽ നിന്നാണ് എന്താക്കിയത്? ഇസ്മ പിടിച്ചെന്നാണ് സംവ്. അപ്പൊ എന്തായെന്നറിയോ? വാവ് കളഞ്ഞ്, സംവിന്റെ വാവ് കളഞ്ഞിട്ട് തുടക്കത്തിൽ അലിപ്പോട്ട് കൊടുത്തു. അപ്പൊ അങ്ങ് ഇസ്മ. അപ്പൊ വാവല്ലേ പോന്നു.
സിംബ് സംബ് സുമുബ് പലതും വായിക്കുന്നതാണ്. സമായസ്മു സുമുവൻ സിൻവ് എന്നും വായിക്കാം, സുംവ് എന്ന് വായിക്കാം, എന്തും ആയിക്കോട്ടെ. അപ്പൊ ഇസ്മാക്കാൻ വേണ്ടി എന്താക്കണം? വാബ് കളയണം. അപ്പൊ സീനും മീമും ബാക്കിയായി. സീനും മീമും ബാക്കിയാകുമ്പോ സീനിന് സുക്കൂനാണ്. സുക്കൂൻ കൊണ്ട് തുടങ്ങാതിരിക്കാൻ വേണ്ടി എന്താ ഈന്ന് കൊട്ടി കൊടുത്തു ഒരു അസന്ന സൗണ്ടാണ്. മനസ്സിലാതില്ല? ആ സുമുവിന്റെ മാന എന്താ? ഉലുവ്, ഉയർച്ച എന്നാ. അപ്പൊ എന്താണ്? ഒരു സാധനത്തിന് പേര് കൊടുത്താൽ അതിനൊരു ഉന്നതി കിട്ടി. തീരെ പേരില്ല അപ്പൊ ഇനി എന്ന് പറഞ്ഞാൽ ഉന്നതി ജനങ്ങൾ പ്രചാരില്ലാന്ന്. അയാളെ പേരെല്ലാം നഷ്ടപ്പെടുത്തി. ഇപ്പൊ കണ്ട പേര് ഉന്നതിക്ക് തൊട്ട് പറഞ്ഞു. അപ്പൊ ഉന്നതി എന്ന അർത്ഥമുള്ളതിൽ നിന്ന് പിടിക്കാൻ കാരണം എന്താ? ലിയന്നഹു യഅലു മുസമ്മാഹു. ഒരു ഇസ്മു കൊടുത്താൽ അതിനെ മുസമ്മക്ക് എന്താകും? ഉയർച്ച കൊടുത്തു. അതുകൊണ്ട് മാത്രം മതിയാക്കി, മുഴത്തമത് കൊണ്ട് മാത്രം മതിയാക്കി. അല്ല വസ്മിൽ നിന്നാണ് ചിലർ പറഞ്ഞിട്ടുണ്ട്. വസ്മ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാബ കളയുണ്ട്. എന്നിട്ട് എന്താക്കണം? വസ്മിന്റെ സൗണ്ടായിരുന്നു. വസ്മ എന്നാണ് അടയാളം എന്നാണ്. അപ്പൊ ഉന്നതിന്റെ അത്ര മാത്രം ഇതിന്റെ മഹിമയിലെ അടയാളത്തില്ല. അടയാളം താണ സാറിന്റെ അടയാളം വെക്കല. തിരിഞ്ഞ് ചാടാൻ പഠിച്ച് ഈ അടയാളം കൊടുത്തെല്ലാം ചാടണമെന്നും പറയാം. അപ്പൊ അടയാളം എന്നതിനേക്കാണ് നല്ലത് ഉന്നതി എന്ന് പറയാം. ഇനി പോട്ട് ഈ അള്ളാഹ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഇസ്മുൽ അലിയ. ഒരു അദ്ദാത്തുൽ അലിയ ഉണ്ട്. എന്നുവെച്ചാലോ ലോകത്തിനെ നിയന്ത്രിക്കുന്ന, ലോകത്തിനെ സൃഷ്ടിക്കുന്ന, അതിന്റെ വിലായത്തും നസ്റും നൽകുന്ന, ഓരോ ഹീനനും ഈജാദും ഇംദാദും നൽകുന്ന. പിന്നെന്തല്ല സിഫാത്ത്? ഉന്നതമായ സിഫാത്തുകളും കമാലിന്റെ സിഫാത്തുകളും അസ്മാകളും ഉൾക്കൊള്ളുന്ന, അതുപോലെ തന്നെ എന്തെല്ലാം ഐബുകളുണ്ടോ ആ ഐബിനെ തൊട്ടെല്ലാം മുനസ്സഹായ ഒറ്റൊരു ദാത്തുണ്ട്. രണ്ടെണ്ണം ഉണ്ടാവില്ല, മുംകിനേ അല്ല. ആ ദാത്തിനുള്ള പേരാണ് ഇത് അല്ലാഹ് എന്ന് പറയുന്നത്. പിന്നെ മുസമ്മ ദാത്ത്. ഏതുപോലെ ഈ സാധനത്തിന് സെയ്ദ് എന്ന് പറയുകയാണെങ്കിൽ സെയ്ദ് അതിന്റെ ഇസ്മാണ്, അതിന്റെ മുസമ്മയാണ് ആര്? ഈ സാധനം. അപ്പൊ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അദാത്തുൽ അലിയ. പിന്നെ ഭൂരിപക്ഷം ഉലമാക്കന്മാരുടെയും അടുക്കൽ അള്ളാഹ് ഇസ്മുൽ ആദം അതാകുന്നു എന്നാണ്. അള്ളാഹിന്റെ ഇസ്മ, അള്ളാഹ്ക്കൊരു ഇസ്മുൽ ആദം ഉണ്ട്. അള്ളാഹിന്റെ പേരില് ഇസ്മുൽ ആദം കൊണ്ടാണ് പല കറാമാത്തുകളും പല അജായിബുകളും കാട്ടുന്നത്. ഇതാ സുനബിഹി ആയത്ത, അതുകൊണ്ട് ചോദിച്ചാൽ നൽകും. അജാബ, അത് ഉപയോഗിച്ച് ദ്വാരണ ദ്വാക്ക് ഉത്തരം കിട്ടും. അതാണ് ഇസ്മുൽ ആദമിന്റെ പ്രത്യേകത. ഇസ്മുൽ ആദം പഠിപ്പിക്കപ്പെടലാണ് അല്ലേ? അപ്പൊ ഇസ്മുൽ ആദം ഏതാണ്? ജംഹൂറും പറയുന്നത് അള്ളാഹു എന്ന പേരെന്നാണ്. എന്നാ പിന്നെ നമ്മ 1 ലക്ഷം ചൊല്ലിയിട്ട് ദ്വാരക്കെട്ട് ഉത്തരം കാണുന്നില്ല. അതിന് ബാക്കി ഷർത്തൊത്താ. നിങ്ങൾ മൊബൈല് മാത്രം വാങ്ങിയിട്ട് വിളിച്ചാൽ കിട്ടില്ലല്ലോ. അതിന് ബാറ്ററി ഇടാനുണ്ട്, കണക്ഷൻ എടുക്കാനുണ്ട്, പലത് പണിയെടുക്കാനുണ്ട്. അപ്പൊ വഅദമുൽ ഇജാബത്തി, ഇജാബത്ത് കിട്ടുന്ന കാണുന്നില്ലല്ലോ ഇപ്പോള്. എന്തുകൊണ്ട്? ബിഐനൽ മത്ലൂബ്, നിങ്ങൾ തേടിയപ്പെട്ട കാര്യങ്ങളെ കൊണ്ടുള്ള അത് കിട്ടാതെ ഇന്ദൽ ദുആഇ ബിഹി, അതുകൊണ്ട് ദ്വാരക്കുമ്പോൾ ലി ഫഖ്ദി ശുറൂത്തിഹി, അതിന് ശുറൂത്ത് ഒക്കാത്തത് കൊണ്ടാണ് ഇസ്മിന്റെ കോട്ട എല്ലാം. എന്താ ശുറൂത്ത്? അല്ലത്തി ആദമ അക്ലുൽ ഹലാൽ, അതിന്റെ പ്രധാനപ്പെട്ട ഷർത്ത് ഏതാണ്? ഹലാലെ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇന്ന് ഹെസിയായ മാലിന്യങ്ങളും മാനവീയായ മാലിന്യങ്ങളും കലർത്തിയിട്ടേ ഭക്ഷണവും. ഹെസിയിലാണ് മറ്റേ ഇംഗ്ലീഷ് മാരകമായ വശങ്ങള്. മാനവി എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിച്ചതായിരിക്കും. ഈ തബക്കയിലില്ലെങ്കിൽ ഞാൻ ബേക്കിലെടെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും സിൽസിലയിൽ വന്നാൽ മതിയല്ലോ. ഷറൈന്റെ ദാഹിൽ ഇവൻ കുറ്റക്കാരനല്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിന്റെ ആധാറാണ് ഉണ്ടാവില്ലേ? കൊണ്ട് കുട്ടിങ്ങാട് വാപ്പുകാർക്ക് വരുന്നുണ്ട്, പൊന്നിന് സൂചി കൊണ്ട് കുത്തിയാ നോക്കല്ലോടോ. കുത്തി സൂചി പൊന്നിന്റെ കൊണ്ട് കാര്യമില്ലല്ലോ, കുത്തിയാ വേദനിക്കില്ലേ? ഇത് പഴയ കാലത്തുണ്ടായിനി, ഇക്കാലത്ത് കണ്ടമാനം തട്ടിപ്പറങ്ങി. പണ്ടത്തെ മാതിരല്ലല്ല. ഇപ്പൊ നമുക്ക് ഹലാലാക്കുന്നത് ഹലാലാക്കിച്ചിട്ടെങ്കിലും ഒപ്പിക്കല്. എന്നാ നമ്മ ഏത് കെയർ ഓഫിലാണോ അത് പൈസ വരുന്നതിന് ഒരു വാസ്യത്തുണ്ടാവും. ഒന്നെങ്കിൽ കൂലിപ്പണിയെടുത്തിട്ടോ അല്ലെങ്കിൽ ബറന്താക്കിയിട്ടോ അതിൽ വളരെ കൃത്യത പാലിച്ചു കഴിഞ്ഞാൽ അതിന്റെ സവാബ് കിട്ടാൻ നാം അതിനായി. ഈ പഠിപ്പിക്കുന്ന പണി കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചുവിടാം. അപ്പൊ ആ ഉജറത്ത് കിട്ടാൻ അഹലായി. അഹലാമോൻ തന്നതിന് ശേഷം എന്താക്കുക? അതിന്റെ കുറ്റങ്ങളെല്ലാം ഓൻ അരിച്ചെടുത്തോട്ടെ പിണ്ടി കഴിഞ്ഞിട്ട് നമ്മക്ക് അഹലാതെ നമ്മളതാണ് എന്ന് വെക്കുക. എപ്പോഴ് ഈ തന്നത് ഹറാമിന്റെ അയിനല്ലെങ്കിൽ ഹറാമിൻ അയിന എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ആക്കണം, കൃത്യമായി എടുക്കണം. ഈ പശുവിനെ തന്നക്കാം, ഈ പശു അല്ലെങ്കിൽ വണ്ടി തന്നക്കാം, ഈ വണ്ടി ആൾക്കും കട്ടോണ്ടാന്ന്. അപ്പൊ ഇതരിക്കൂല.
അത് അതിനായിപ്പോയി. പൈസ എന്നുള്ള ദിമ്മത്തിലാകുമ്പോൾ നിങ്ങൾ 100 റുപ്യേൻ്റെ അടുത്ത് തന്നാൽ ഞാൻ 250 കൊടുത്താലും മതി, 10 ബഹുപ്പത്ത് കൊടുത്താലും മതി, എങ്ങനെ കൊടുത്താലും മതി, അല്ലെങ്കിൽ 520 കൊടുത്താലും മതി. ഇത് തന്നെ കൊടുക്കണം, അതിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ പൈസ ദിമ്മത്തിലാ പോകുന്നു. അപ്പൊ ഇച്ചയിന്റെ പണയിലെ മായം ചേർത്ത് ഇത് കൊടുക്കാൻ പറഞ്ഞാൽ അതിനല്ലേ കൊടുക്കുന്നത്, ഇത് തരാന്നല്ലേ പറഞ്ഞത്. നീ പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ പേനാണ് നീക്ക് കൂലിയായിട്ട് തരുന്നത്. ഈ പേന് ഞാൻ കട്ടതാണ്. അപ്പൊ കട്ട പേന കൂലിയായിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ, അവിടെ ദിമ്മത്തിൽ പോവില്ല. ഇത് എങ്ങനെ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഇവിടെ കാലഘട്ടം ഓനോനോട് ചോദിക്കണ്ടേ? ആ സിൽസില അവസാനിക്കുമോ? ഓന്റെ ലാഹിർ നോക്കി തീരുമാനിക്കാം. ഓന്റെ ഇടപാട് പലിശയാണോ, തട്ടിപ്പാണോ, വെട്ടിപ്പാണോ, എല്ലാം നല്ല ഹലാലായ കച്ചവടാണോ, അതിന് ആളെ വ്യക്തിനെ കണ്ടെത്തിരില്ലേ? അതേപോലെ നിങ്ങളെ പരക്കം നിങ്ങൾ കോയിലിൽ നിൽക്കും അർത്ഥം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പാടില്ലല്ലോ, നിങ്ങളെ കളിയാക്കലല്ലേ. ഞാൻ അനീഫിന്റെ റഷീദിന്റെ നിങ്ങളെ പരക്ക് വന്നിട്ട് കോയിന് അർത്ഥനാന്ന് ചോദിക്കുന്ന അർത്ഥമില്ല, അത് നിങ്ങൾ ഇസാലാക്കലാണ്. നിങ്ങളത് ശ്രദ്ധിക്കുന്ന ആളാന്നാണ് എൻ്റെ ഏറ്റിട്ടാണ്. അതല്ല ചത്ത കോയിനെ ഞാൻ കണ്ടുപോയി എന്നാ പിന്നെ നിങ്ങൾ അംഗീകരിക്കില്ലല്ലോ, കണ്ടില്ല. ഇപ്പോ ഇന്നത്തെ കാര്യം എങ്ങനെയാന്ന് അതുകൊണ്ടാ കക്കടിപ്പുറത്തോടെ എന്നോട് പറഞ്ഞു നിൽക്കേ വേണ്ട എനിക്ക് ഹലാലായ പൈസ വേറെ വന്നോളൂ. മുൻസിക്ക് വായിച്ചനല്ല, ചേച്ചി മന്ത്രിയായവനാ. ഞാൻ പറയുന്നു അത് വേണ്ട, ഞാൻ പറഞ്ഞ പോലെ ഇല്ലെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൂ. എണ്ണന്താക്കി പരക്കാരെയും കുടുംബക്കാരെയും കാരണന്മാരെ എല്ലാം വെറുപ്പിച്ച് അന്ന് ഇന്ന് 40 കൊല്ലത്തിൽ കണ്ടാൽ കൊണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച് അതോടെ തന്നെ ഉപറവാക്കി ഞാൻ സ്വീകരിക്കുന്നു. ഗവൺമെന്റ് ജോലിയല്ലേ കിട്ടലേ. അപ്പൊ അക്ലുൽ ഹലാലാണ് ശുറൂത്തിന്റെ പ്രധാന ഭാഗം, അതില്ല. ഇനി അർ-റഹ്മാനും അർ-റഹീമാണ് പറയാൻ പോകുന്നത്. മൂപ്പർ ചെറിയൊരു വ്യാഖ്യാനം കൊടുക്കുന്നത്. അർ-റഹ്മാൻ കൊണ്ട് ഉദ്ദേശം അൽ മുഹ്സിൻ ബിൻ നിഅമിൽ അദീമ, വലിയ 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 നിയമത്ത്, അതായത് അസ്ലിയായ നിയമത്തുണ്ട്. ഉദാഹരണത്തിന് കണ്ണ് എന്ന് പറഞ്ഞത് ഒരു അസ്ലിയായ നിയമത്താണ്. ഈ കണ്ണ് കൊണ്ടെന്തെല്ലാം ജുസിയായ ഖൈറാത്ത് ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുഖേന അതെല്ലാം അതിന്റെ ഫുറൂഇയ്യ. അപ്പൊ കണ്ണ് തരിക എന്ന് പറഞ്ഞത് റഹ്മാനാണെങ്കിൽ റഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുറൂഇയ്യത്ത് കിട്ടലാന്ന് മൂപ്പറർത്ഥം. അത് ഉത്തരം വ്യാഖ്യാനം. അത് അൽ മുഹ്സിൻ ബിൻ നിഅമിൽ അദീമ. അർ റഹീം എന്ന് പറഞ്ഞാൽ അൽ മുഹ്സിൻ ബിൻ നിഅമി സഗീറ, സഗീറത്തായ നിഅമത്തുകൾ. അപ്പോ അസ്ലിയായ നിഅമത്തുണ്ടാകും, ചെറിയ ചെറിയ വേറെ നിഅമത്തുണ്ടാകും. അസ്ല് ഫറഉ. അന്ന് ചോദിക്കും വലുത് പറഞ്ഞാൽ തന്നെ ചെറുത് വന്നില്ലേന്ന്. അത് വരൂല. കണ്ണാട കൊടുത്ത് ഇവനൊന്നും അവനെ കൊണ്ട് ഒരു ഉപകാരം എടുക്കുന്നില്ലെങ്കിലും അങ്ങനെ ഓരോന്ന് നോക്ക്. ഇതൊക്കെ പൈസ കൊടുത്ത് പൈസ എന്നുള്ളത് ഒരു നിയമത്തായി കണക്കാക്കിയാൽ അതുകൊണ്ട് സദക്ക കൊടുക്കുന്നു, അപ്പുറം കൊടുക്കുന്നു, ഇപ്പുറം കൊടുക്കുന്നു, സിയാറത്തിന് പോകുന്നു, ഇൽമൊടിക്കാൻ പോകുന്നു, കിതാബിനോട് കൊടുക്കുന്നു, മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ പൂർവ്വയാത്രയില്ലേ. അത് റഹ്മാൻ റഹീമിന് പല വ്യാഖ്യാനങ്ങൾ കൊടുത്തതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം ഇത്. മറ്റൊന്ന് ദുന്യവിയായ കാര്യങ്ങൾ, മറ്റേത് ഉപ്രവിയായ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വ്യാഖ്യാനം വേറെ. ഇതുകൊണ്ടൊന്നും തീരൂല. ഇനിയുണ്ട്. ഇനി പറയുന്നത് അപ്പൊ റഹ്മാനുർ റഹീമും ചെറുതും വലുതും രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കൂട്ടിയിരുന്നു. രണ്ട് ഇസ്മിന്റെ ഇടയിൽ ഏതെല്ലാം റഹ്മാനും പറഞ്ഞു, ചെറുതും പറഞ്ഞു, വലുതും പറഞ്ഞു. ഇശാറത്തൻ, അത് സൂചിപ്പിക്കാനാണ്. ഇലാ അന്നഹു സുബ്ഹാനഹു വ തആല കമാ യംബഗി അൻ യുത്ലബ മിൻഹു നിഅമുൽ അദീമ, അദീമത്തായ നിഅമത്തെല്ലാം ഓന്റെ വക്കൽ നിന്ന് തേടപ്പെടുന്നത് പോലെ തന്നെ യംബഗി അൻ യുത്ലബ മിൻഹുൽ ഹഖീറ, ചെറിയ കാര്യങ്ങളും ഓന്റെ വക്കൽ തന്നെ തേടേണ്ടത്. അതാണ് ഞാൻ എന്നോട് ചോദിച്ചത്. വലിയ വലിയ കാര്യമെല്ലാം അള്ളാഹുനോട് ചോദിച്ചപ്പോൾ ചെറിയ എന്തല്ലോ ചില്ലറ ചില്ലറ കാര്യങ്ങൾക്ക് എന്തിനാണ് അള്ളാഹുനോട് ചോദിക്കുന്നത്? അത് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും, അതുപോലെ ഉപ്പിന്റെ കട്ടക്ക് പറഞ്ഞ് അള്ളാഹുനോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ചെറുതും വലുതും എല്ലാം അള്ളാഹുനെ വെക്കുന്നതാണ് എന്നോട് സൂചിപ്പിച്ചത്. കാരണം അന്നൽ കുല്ലം എന്നും വഹദഹു സുബ്ഹാനഹു വ തആല മുഴുവനും അവനല്ല ഉണ്ടാക്കി തരേണ്ടത്. വേണം ഇരുത്തുന്നു അമ്മോട് അന്നലിൽ ബസ്മലത്തി ഫളായില വ ഖവാസ കസീറ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് ഒരുപാട് ഫളായിലുകളും ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. മിൻഹ ഒന്ന് മാ അഖ്റജഹു ദൈലമി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് ദൈലമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മർഫൂഅൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് ഇബ്നു മസ്ഊദ് സ്വന്തമല്ല, മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ ബികുല്ലി ഹർഫിൻ ഓരോ ഹർഫിന്റെ എണ്ണം കണ്ട് അല്ലാഹു തആല അവൻ എഴുതും 4000 ഹസന 4000 ഹസനാത്ത് എഴുതും. വമഹാ അൻഹു 4000 സയ്യ 4000 ചെറുകുറ്റങ്ങൾ അവനെ തൊട്ട് മായ്ക്കുകയും ചെയ്യും. വറഫഅ ലഹു 4000 ദറജ 4000 ദറജ ഉയർത്തുകയും ചെയ്യും. ഓരോ ഹർഫിന്റെ ഉണ്ടെങ്കിൽ ഒന്ന് വഫിൽ ഹദീസ് രണ്ട് ഹദീസിലുണ്ട് ഇദാ ഖാലൽ അബ്ദു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ സ്വർഗം അവനോട് പറയും ലബ്ബൈക വസഅദൈക നിനക്ക് സ്വാഗതം എന്ന് പറയും. അതൊരു വാക്കാണ് ലബ്ബൈക വസഅദൈക. അല്ലാഹുമ്മ ഇന്ന അബ്ദക ഫുലാനൻ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പറയുന്നത് നിന്റെ ഇന്നാലെന്നൊരു അബ്ദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ സഹ്സിഹു അനിന്നാർ വഅദ്ഖിൽഹു ജന്നതക. നരകത്തിനെ തൊട്ട് അവനെ നീ ദൂരീകരിക്കണം, സ്വർഗത്തിൽ കടത്തുകയും വേണം എന്ന് സ്വർഗം അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്യും. രണ്ടായി ദൂരപ്പെടുത്തി. ഇനി മൂന്ന് അന്നൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ലൈലത്തുൽ മിഅ്റാജ് ഖുബ്ബതൻ മിൻ ഖുബ്ബത്തിൻ ബൈദാഅ. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് വെളുത്ത മുത്തിനാലുള്ള ഒരു കുബ്ബ, സ്വർണം കൊണ്ടുള്ള വാതിലുണ്ടതിന്, സ്വർണ്ണ നിർമ്മിതമായ ഇതുണ്ട് കൂട്ടുമുണ്ട്. മുഴുവൻ ജിന്നുകളും മുഴുവൻ ഇൻസുകളും ഒരുമിച്ചുകൂടി ആ കുമ്പന്റെ മേലിൽ ഒരുമിച്ചുകൂടി നോക്കാം. ഇവരെല്ലാം കൂടി എത്ര ഉണ്ടാകുന്നറിയോ? ഒരു മലന്റെ മുകളിൽ ഒരു പക്ഷി എന്ന മാതിരി ഉണ്ടാവും. അപ്പൊ എത്ര വലിപ്പം! ഒരു മലന്റെ മുകളിൽ ഒരു പക്ഷി കയറിയുന്ന ഇതിനുണ്ടാവുള്ളൂ. ഈ കുമ്പന്റെ മേലെ ഇൻസുകളും ജിന്നുകളും മൊത്തം ഇരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെന്നല്ലേ പറഞ്ഞ് മടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ എന്താ അതിൽ കയറാതെ പോകുന്നതെന്ന് ചോദിച്ചു. തങ്ങള് പറഞ്ഞു അത് പൂട്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അതിന്റെ താക്കോല് തങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഏതാണ്? എന്നതാണ്. തങ്ങൾ പറഞ്ഞപ്പോൾ അതാ തുറക്കപ്പെടുന്ന അതിൽ 4 നദികൾ കാണുകയാണ്. ഒന്ന് ആസിൻ അല്ലാത്ത വണ്ണം. ആസിൻ എന്ന് പറഞ്ഞാൽ ഗൈറു മുതഗയ്യിർ. ഗൈറു ആസിൻ ഗൈറു മുതഗയ്യിർ. അപ്പം ഗൈറു മുതഗയ്യിർ എന്നുള്ളത് ആസിന്റെ മാനയല്ല, ഗൈറു ആസിന്റെ മാന. അതെ, ഗൈറു ആസിന് മാത്രം ഗൈറു മുതഗയ്യിറായാൽ ഗൈറു മുതഗയ്യിർ അല്ലാത്ത ഗൈറു എന്ന് പറയുമ്പം വെള്ളം മോശാലുണ്ടായിരുന്നു. ഗൈറു മുതഗയ്യിർ എന്ന് പറഞ്ഞാൽ ഗൈറു ആസിൻ. മീമിലാണ് അതിന്റെ തുടക്കം. രുചിക്ക് മാറ്റമില്ലാത്ത പാലിന്റെ നെഹ്റുണ്ട് അവിടെ. നിന്നാണ് ബിസ്മില്ലാഹിന്റെ അതിൽ നിന്നാണ് ഉറക്കുന്നത്. കുടിക്കുന്ന ആളുകൾക്ക് വളരെ രുചികരമായ ഖംറിന്റെ നെഹ്റുണ്ട്. റഹ്മാന്റെ മീമിൽ നിന്നാണ്. ശുദ്ധമായ തേനിൽ നിന്നുള്ള ഒരു നെഹ്റുണ്ട്. റഹീമിന്റെ മീമിൽ നിന്നാണ്. അപ്പൊ 3 അജോഫായ സാധനം. ഒന്നൊരു മീമ്, മീമ്. ഇതാണ് 4 പുഴകൾ. ഖുർആൻ എന്ന് പറഞ്ഞ 4 പുഴ.
പിന്നെ فقال قال الله الله تعالى سبحانه وتعالى പറഞ്ഞു يا محمد من ذكرني من أمتك بهذه الأسماء അള്ളാഹു റഹ്മാൻ റഹീം ഉണ്ടല്ലോ, ഇതുകൊണ്ടൊരാൾ എന്നെ ഓർമ്മിച്ചാൽ സഖൈതുഹു മിൻ ഹാദിഹിൽ അൻഹാരിൽ അർബഇ, ഈ 4 പുഴകളിൽ കൂടി അവന് കുടിപ്പിക്കും എന്നാണ് സ്വർഗത്തിൽ കയറ്റും. സ്വർഗത്തെല്ലാം തജ്രി മിൻ തഹ്തിഹൽ അൻഹാറുള്ളത്. അപ്പൊ സ്വർഗത്തിൽ കയറ്റുമെന്ന് അർത്ഥം കിട്ടുമല്ലോ. ഇപ്പൊ എത്ര പറഞ്ഞു? 4. വഖറജ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറയുന്നു ഫീ ഫുതുഹാതിഹിൽ മക്കിയ്യ, ഫുതുഹാത്തുൽ മക്കിയ്യ എന്ന കിതാബിന്റെ പേരാണ്, വലിയ കിതാബാണ്. വസാൽ ഇമാം ഇബ്നു യഹ്യ എന്ന് പറഞ്ഞ മാതിരി ആയിരിക്കും ഇബ്നു അറബി റളിയല്ലാഹു അൻഹു വരുന്നത്. ആ ഫുതുഹാത്തുൽ മക്കിയ്യ എന്ന് പേര് വരാൻ കാരണം എന്താണ്? മൂപ്പർ കിതാബിന്റെ ഖുറാസകൾ ഉണ്ടാക്കി, എന്നിട്ട് കഅബ ഷരീഫിന്റെ അപ്പോൾ ദ്വാരുണ്ട്, ഇതിൽ നിന്റെ ദീനിനെതിരായ വല്ലതും ഉണ്ടെങ്കിൽ നീ കബൂൽ ചെയ്യണ്ട, ഉണ്ടെങ്കിൽ നീ കബൂൽ ചെയ്യണം. അതിന് അലാമത്ത് എന്താണ്? കഅബത്തിന്റെ മുകളിലട വെക്കുക. ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് അത് കേടുണ്ടെങ്കിൽ നീ തള്ളിയിട്ടെ, കാറ്റുണ്ട്. 1 കൊല്ലം വെച്ചിരുന്നിട്ടും കാറ്റടിച്ചിട്ട് കൊടുങ്കാറ്റടിച്ചിട്ട് ഒരൊറ്റ കള്ളാസം ഒരു കായ കൊണ്ടില്ലെന്ന്. അതിനുശേഷം മൂപ്പർ കിതാബാക്കി അംഗീകരിച്ചത്. ഇതാ മക്കിയാന്ന് പേര് വന്നു. ഇപ്പൊ അരമലാക്കന്മാർ മുഴുവൻ കുറ്റം പറയുന്ന കിതാബ് എന്നിട്ടില്ല, മകൻ കിട്ടും. ഇപ്പം തന്നെ പറഞ്ഞില്ല ഇബ്നുൽ അറബി. ഇബ്നു അറബി വേറുണ്ട്, ഇബ്നുൽ അറബി വേറുണ്ട്. നമ്മളെ ഹദീസിന്റെ കിതാബിൽ മറ്റേ കാണാന സൂഫിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഇബ്നുൽ അറബി മുഹിയുദ്ദീൻ ലഖബ്. ഇതിന് അത് ഞാൻ കണ്ടില്ല. അവർക്ക് ഇതല്ലാത്ത ഒരുപാട് കിതാബുകൾ വേറുണ്ട്. 500ഓളം ദസാനി കൊണ്ടുപോകും. സനത്തോടുകൂടി മൂപ്പർ പറഞ്ഞത് അതന്നെ. അബൂബക്കർ സിദ്ദീഖ് സഹാബിയല്ലേ, തങ്ങളിലേക്ക് അല്ലാഹു തആല പറഞ്ഞതായിട്ട് യാ ഇസ്രാഫീൽ ബിഇസ്സതി വജലാലി വജൂദി വകറമി, എന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, ജലാലിനെ തന്നെ, ജൂദിനെ തന്നെ, കറമിനെ തന്നെ സത്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാളെന്താക്കി ഓതി മുത്തസിലത്തും ഫാത്തിഹത്തുൽ കിതാബിനോട് ചേർത്തുകൊണ്ട് അതേ ഫാത്തിഹ സൂറത്ത് അടക്കം ഒറ്റവട്ടം ഓതിയാൽ അവന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന ഒരു കാര്യത്തിന്റെ മേൽ നിങ്ങൾ എല്ലാവരും സാക്ഷി നിൽക്കണമെന്ന് ഇസ്രാഫീലിനെ വിളിച്ചിട്ട് പറയുന്നു. ഇസ്രാഫീൽ തന്നെ ഒരു നേതാവാക്കി. ഹസനാത്തുകൾ അവന്റെ വാക്കിൽ നിന്ന് സ്വീകരിച്ചു എന്നതിനും നിങ്ങളെ സാക്ഷി നിൽക്കണം. തൊട്ട് അവന് മാപ്പ് ചെയ്തു എന്നതിനും സാക്ഷി നിൽക്കണം. അവന്റെ നാവിനെ നരക തീ കൊണ്ട് ഞാൻ കരിക്കുകയില്ല എന്നും സാക്ഷി നിൽക്കണം. ഇതുകൊണ്ടല്ല നിങ്ങൾ സാക്ഷി നിൽക്കണം. അദാബുൽ ഖബറിനെ തൊട്ട് ഞാൻ അവന് മോചനം നൽകിയിരിക്കുന്നു. അദാബുൽ നാറിനെ തൊട്ടും യൗമുൽ ഖിയാമത്തിന്റെ അദാബിനെ തൊട്ടും ഫസഉൽ അക്ബറിനെ തൊട്ടും ഖിയാമത്ത് നാളിലെ ഫസഉൽ അക്ബർ ഭയങ്കരമായ പേടി. വയൽഖാനി ഖബലൽ അംബിയായി വല്ലൗലിയ അജ്മഈൻ, ഔലിയാക്കൾ അംബിയാക്കൾക്ക് മുമ്പായിക്കൊണ്ട് അവൻ എന്നെ കണ്ടുമുട്ടും എന്നും അവർ അറിയിച്ചു. നിങ്ങൾ സാക്ഷി നിൽക്കണം എന്നവർ. ഇത് ഒരു വട്ടം മതിയല്ലോ. അതെ, 5 ഇരട്ടി കിട്ടു, 5 ഇരട്ടി. ഇനി വഖാല ബഅദു സ്സാലിഹീൻ മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരാൾ ഓതി 12,000 മർറ 12,000 വട്ടം. ഓരോ 1000 കഴിഞ്ഞാൽ എന്താക്കണം? യുസല്ലി റക്അത്തൈനി, 2 റക്അത്ത് നമസ്കരിക്കണം. അപ്പൊ എത്രയാവും? 24 റക്അത്ത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലുക. വയസ്അലു ഹാജതഹു, അവന്റെ ഹാജത്തിനെ ചോദിക്കുക. സുമ്മ യഊദു ഇലൽ ഖിറാഅ, പിന്നെയും 2ാമത്തെ ആയത്തിലേക്ക് കടക്കുക. അങ്ങനെ 12 വട്ടം ഖിറാഅത്തിലേക്ക്. വകുല്ലമാ അക്മല അൽഫൻ ഫഅല മിസ്ല ദാലിക, ഓരോ 1000 പൂർത്തിയാകുന്നത് വരെ ഇങ്ങനെ തുടർന്ന് പോവുക. എനിക്ക് 12,000 തീരുന്നത് വരെ. അവന്റെ ഹാജത്ത് എന്ത് തന്നെയായാലും അത് വിടപ്പെടുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ഖാലിയ റൂം എടുക്കുക, 1000 ബിസ്മില്ലാ, 2 റക്അത്ത് നിസ്കരിക്കുക, സലാത്ത് എല്ലാം ദ്വാരക്കാം, 1000 പിന്നെയും
ഒരു 1000 വിസ്മയത്തിനാവണം ഒരു 3/4 മണിക്കൂർ വേണം. ഒരു 50 മിനിറ്റ് കൂട്ടപ്പോട്ട് ഒരു മണിക്കൂർ കൂട്ടാം. അപ്പൊ 12 മണിക്കൂർ വേണം. ചെടി തീർന്നിട്ട് കഴിഞ്ഞാൽ മതി. തുടർച്ചയായിട്ട് തന്നെ വേണമെന്ന് അത് ആളിരുന്നോ അല്ല ഇത് നിസ്കാരം മുടിയിലല്ല, നിസ്കാരം കൊണ്ടൊന്നും മുറിയില്ല. ദിക്കറ് കൊണ്ട് ദിക്കറ് മുടങ്ങൂല. ഒരു ദിക്കറ് ചെല്ലിക്കൊണ്ടൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഉടനെ ജമാഅത്തായിട്ട് നിൽക്കിച്ച് എന്നാൽ റാത്തീമൊന്നും മുടങ്ങും ചെയ്യും. മുടങ്ങുമെന്ന് പറഞ്ഞു മണിക്കാൻ മുടക്കാം. ഹരേരി ഓതിയിട്ട് അവിടെ നിർത്തുക, നിശാങ്കിരിക്കുക. ശാങ്കിച്ചിട്ട് ഉണ്ടാക്കാൻ ബാക്കിയില്ല, ഒരു മുടക്കുമില്ല. അപ്പൊ ഇടക്ക് എന്താക്കും, 100 വാസങ്ങൾ നിൽക്കാനുണ്ടാവും. സുന്നത്തും ഉണ്ടാവില്ല. പിന്നെ വഖാല അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാൾ ഓതിയാൽ 12,000 വട്ടം നരകത്തിനെ തൊട്ട് അവന്റെ പെരടിനെ അവൻ മോചിപ്പിച്ചിരിക്കുന്നു. ദഅവത്തിന് ഉത്തരം കിട്ടപ്പെടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ അനുബന്ധമായി. അലിയുൽ ജുഹൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാറത്ത ഖളാഅൽ ഹവായിജി, ഹാജത്ത് വീടാൻ നീ ഉദ്ദേശിച്ചാൽ നീ പറയണം, വാന്ത മുതവജ്ജിഹുൻ ഇലാ ഹാജത്തിക, നിന്റെ ഹാജത്തിലേക്ക് തവജ്ജുഹ് ചെയ്തുകൊണ്ട് ഇന്ന ഹാജത്ത് വീടണമെന്ന് തവജ്ജുഹ് ചെയ്തുകൊണ്ട് പറയണം. 10 മർറാത്തിൻ 10 വട്ടം. അല്ലാഹുമ്മ അൻത ലഹാ വലികുല്ലി ഹാജ ഫഖ്ദിഹാ ബിഫദ്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ എന്ന് പറഞ്ഞു. ലഹാന്റെ നമീര് മുടങ്ങുന്ന ഹാജത്തിലേക്ക് നീ ആ ഹാജത്തിന് മതിയായവനാണ്. ഇത് മാത്രമല്ല വലിക്കുല്ലി ഹാജ, എല്ലാ ഹാജത്തിനും നീ മതിയായവനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫഖ്ദിഹാ ബിഫദ്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ എന്നുക. പറഞ്ഞു, മൻ ഖതമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ എഴുതി കുരുത്തക്കേട് കാണിക്കുന്ന പോക്കിരിയായ മനുഷ്യനുണ്ടല്ലോ, അവിടെ പോകുന്ന അവസരത്തിൽ 19 വട്ടം അതിന്റെ അർപ്പിന്റെ എണ്ണാണ്. ആമനഹുല്ലാഹു ശർറഹു എന്ന ജബ്ബാറായ മനുഷ്യനുണ്ടല്ലോ, ഓന്റെ ഷർറിനെ അല്ലാഹു തആല ഇവന് നിർഭയമാക്കി കൊടുക്കും. പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ എഴുതി മുഹറമിന്റെ ആദ്യത്തെ ദിവസത്തിൽ എഴുതി. ഞായറാഴ്ച എഴുതിയാൽ മതി. മുഹറം ഇപ്രാവശ്യം ഞായറാഴ്ച 1, ഞായറോട് ഞായർ 8, തിങ്കൾ 9, ചൊവ്വ 10, ചൊവ്വാഴ്ച ആയിരിക്കും ആശുറ. അപ്പൊ മറ്റേ ജുലൂസാർക്കെല്ലാം നല്ല, നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞാൽ ഉറുക്ക് കൊടുക്കാൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ല. 113 മർറ 113 മർറ എഴുതണം. വഹമലത് എന്നിട്ടോ അത് ചുമക്കുക. ലം യനൽ ഹാമിലുഹാ മക്റൂഹുൻ, ഹാമിലഹ അവന്റെ ഹാമിലിനെ ബാധിക്കൂല, ഒരു മക്റൂഹും ബാധിക്കൂല. മക്റൂഹുൻ ഹുവ അവനാവട്ടെ, വഹ്ലു ബൈത്തിഹി അവന്റെ പരക്കാറാവട്ടെ, മുദ്ദത്തം ജീവിതകാലം മുഴുവനും അല്ലാഹു തആല കാക്കുന്നതാണെന്ന്. സ്കൂളിലെ അത് എഴുതിയ ഇതല്ലേ ഊർക്കാക്കിൽപ്പ ഒരു വരിയിൽ 1 വേറെ കിതാബിൽ എന്നെ കൈ കൊടുത്തിട്ടുള്ളത്. ഒരു വരിയിൽ 1, അങ്ങനെ 113 വരിയിൽ. അത് നമ്മളെ മറ്റേ ഇതിൽ തന്നെ നല്ലത് കടലാസിലെഴുതണം. അല്ല അതിന്റെ എഴുത്തിന്റെ എഴുത്തിന്റെ കായിക വഹമിലത്ത് അത് ഉറുക്കാക്കി ചുമന്ന് നടക്കാം. അല്ല വഹല് വൈത്തിയും അമ്പത്തുണ്ടെന്ന് പറഞ്ഞു, ഒരാളെ പ്രതിനിധിയാൽ മതിയല്ല. മക്രൂഹൻ അനിഷ്ടകരമായ കാര്യങ്ങള് ഒന്നും അവന്റെ ബാധിക്കൂല. അതിനോരോ ടൈം ഉണ്ടല്ലേ ഇനി. ജീവിതം മുഴുവനും ചില അർഫുകൾക്ക് ഉണ്ടായിരുന്നല്ലോ. പെണ്ണൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കരമായ തലവേദന എടുത്ത് തലക്കടിക്കല്, പച്ചവെള്ളം കറി ഇത്രയെങ്കിലും ആക്കുന്നു. അതിനിപ്പോൾ ഓരോ കിതാബ് ഉണ്ടായിരുന്നു. അതിലുണ്ട് റമദാന്റെ ഇത്രാമത്തെ വെള്ളിയാഴ്ച ഇന്ന സമയത്ത് ഈ ഹുറൂഫുകൾ എഴുതിയിട്ട് അവിടെ കെട്ടിക്കൊടുത്താൽ മതി. അത് പിള്ളറായ കാലത്ത് ഞാൻ എന്താക്കി ഹിയഹാദിഹിന്ന് ഒരു എഴുതിനെ കുട്ടികൾ. ഹിയഹാദിഹി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ താഴെ പറയുന്ന ഹർഫ് ഇതാകുന്നു, അതിടേണ്ട ആവശ്യമില്ല.
ഇത് കൊണ്ട കൊടുത്ത് അന്നേരം നിന്നില്ല തലവേദന മൈഗ്രൈൻ എന്തോ തലവേദന ഉണ്ട് കെട്ടേണ്ട താമസം തലവേദന നിന്നു എല്ലാം പേജിന് 4 പേജാ വരുന്ന വിസ്മിൻ്റെ ടൈമിന് അവലം യോമിൻ ഇക്കൊല്ലം ഞായറാഴ്ച പണ്ട് ആജിക്കാ കുറുക്കൊടുത്ത കത്തിലും പറയില്ലേ ജുലൂസാറെ പതാന്ന് പറയുമ്പോ വെള്ളി കൊണ്ടാട്ടെ ഇന്ന് തരാൻ നാളെ തരാന്നിട്ട് വരട്ടി വരും ഇത് കൊടുത്തപ്പോ 2 കള്ളാസ് കൊടുത്തു പോലും പിന്നെ ആട്ടിനെ പൊടി വെച്ചെന്നും പറഞ്ഞ ഏതാന്നായ ജുലൂസാറ് ഏതാ ആജിക്കാതൊന്നും ചോദിക്കറേ ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണർന്നത്. അള്ളാഹുവിന്റെ റിദ്വാൻ അവൻ അള്ളാഹു തആല കൊടുക്കുന്ന പറഞ്ഞു. നക്കല് ചെയ്ത കൂട്ടത്തിൽ നിന്ന് ഓർ പറയുന്നത് ഹാജത്ത് വിടാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് മുഹിമ്മായ ഒരു ഹാജത്തുണ്ടായി. ഒരു കഷ്ണം കടലാസിൽ എഴുതുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ അബ്ദിഹിൽ ദലീൽ ഇലാ റബ്ബിഹിൽ ജലീൽ റബ്ബി അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ എന്ന് എഴുതിയിട്ട് സുമ്മ യർമി ബിർറക്അ ആ റക്അത്തിന് എറിയണം ഫീ മാഇൻ ജാരിൻ ഒലിക്കുന്ന ഒരു വെള്ളത്തിൽ ويقول إلهي بمحمد صلى الله عليه وسلم وآله الطيبين يقضي حاجتي എന്ന് പറഞ്ഞു വൈസമ്മി ഹാജത്ത് എന്താണ് പേര് പറയണം. ഇഖ്നി ഹാജത്തി ഇന്നത് ഹാജത്തിന്റെ പേര് പറയാം. ഫൈനഹ തുഖ്ലാ ബിഇذനില്ലാഹി തആല എന്ന് പറഞ്ഞു. ഈ ഒഴുകുന്ന വെള്ളം പുഴയിലുണ്ടാവില്ലേ അത് താങ്കൂലെന്ന് വരണം. അതെല്ലാം ബന്ധാക്കി ചെറിയണ്ടേ കള്ളസംഗം ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോയി കുടുങ്ങിക്കൂലേ. ഈ താങ്ങി എറിഞ്ഞാലും ഇത് ഒരു സാധനത്തിന് ഉള്ളിലല്ല അത് കേട്ടൊക്കെ പോകാൻ ഉറപ്പില്ല. അത് ഇത് മുംബൈയിലുണ്ടല്ലത്. മറഫാക്കിയിട്ട് ഇതാ ഫീ വറത്തത്തിൻ അത് ഹദീസിന്റെ വറത്തത്ത് വറത്തത്തിന്റെ പേര് എന്താ ഐ സില്ലത്തിൻ എന്തെങ്കിലും പ്രയാസങ്ങളിൽ നീ പെട്ടാൽ എന്ന് പറയുക. ഈ ചെല്ലലോടുകൂടി അള്ളാഹു താല വേണ്ടി വെച്ച അൻവാഉൽ ബലാ മുഴുവനും അള്ളാഹു താല ദൂരീകരിക്കും. ഇപ്പത്തെ കലിമത്താൽ ഇജാസത്ത് തന്നെ കൊടുക്കലുണ്ടല്ലോ. തഴവന്റെ പാട്ടിലെത്താ അല്ലാഹുലൈഹി എന്ന് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. അത് 101 രാവിലെ 101 വൈകുന്നേരം എന്നാണ് കാപ്പാട്ടൊക്കെ അതേറെ മക്കൾ ഇജാസത്താണ്. 101 രാവിലെ 101 വൈകുന്നേരം വാവ് വർക്കരുത് എന്ന് പറയും. വലാ ഹൗല വലാ ഖുവത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. അത് 313 തേക്കണമെന്ന് റിവായത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല സർഫാക്കപ്പെട്ട ദിവസമോ എവിടെയും സമയത്ത് 111 ഓതിയാൽ മതി കൂട്ടും പ്ലസ് എന്നാണ് 313 വെള്ളിയാഴ്ച പോലത്തെ 101 202 111 കൂടെ കൂട്ടിയ 313 നടക്കില്ലേ. ഹിബത്തുള്ള തങ്ങള് 10 വട്ടം ചെല്ലാമത് രാവിലെയും വൈകുന്നേരം 10 വട്ടം ചെല്ലാൻ ഓരോ ജഗത്തും സബീക്കും മഗ്രിബും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഇതിന്റെ ഹർഫിന്റെ എണ്ണം കണ്ടോത് ഏത് ഹുറൂഫ് 19 ഹർഫല്ല ബിൽ ജുമൽ അതന് കൂട്ടിയിട്ട് 756 വസിത്തത്തുൻ വസമാനൂന വസബമിഅ 756 സബഅത അയ്യാമിൻ 7 ദിവസം മുതവാലിയാത്ത് എന്ന് പറഞ്ഞാൽ തുടരെ അലാ നിയ്യത്തി അയ്യാംദിൻ കാന എന്ത് കാര്യത്തിനാവട്ടെ ഏത് നിയ്യത്തിലോതി തമ്മലഹു ദാലിക മിൻ ജൽബി ഖൈറൻ ഔ ദഫഇ ശർദിൻ ആ കാര്യം അവനെന്താക്കും ഖൈർ വലിക്കലാവട്ടെ ഷർറ് തടുക്കലാവട്ടെ അത് പൂർത്തിയാകുന്നു. അത് കഴിഞ്ഞ ആഴ്ച ഒരാളെ വന്നപ്പം ഭൂമി വെക്കാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവർക്ക് പിടിക്കായിട്ട് ദേശം പിടിച്ചിട്ട് പോയി. അവർക്കിപ്പോൾ റെഡിമെയ്ഡായിട്ട് ഇതുണ്ടാക്കണം ഇത് കാണാം കൊണ്ടപ്പോൾ ഇട്ടപാട് ഭൂമി വെക്കണം
അവൻ 756 ബിസ്മി 7 വട്ടം മതി. അത് പറയുന്നുണ്ട് ചരക്ക് ചിലവാക്കലാവട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. ഓർക്കെന്താക്കാൻ റെഡിമെയ്ഡ് ആക്കണേ, അതും ചെല്ലാനും കഴിയൂല. 756 വട്ടം ബിസ്മില്ലാഹി 7 ദിവസം ചെല്ലാം. ജാമ്യ മുത്തവാലിയത്തല്ല പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നു ജാരിയത്തുൻ, താബിഈങ്ങൾ പ്രസിദ്ധരായ ഒരു ജാരിയത്തുണ്ട്. വക്കാന തുബിഖിലുഹു, ഈ ജാരിയത്ത് ഇവരോട് വെറുപ്പാകും. ആരോട്? അബൂ മുസ്ലിമിനോട്. ഫക്കാന തുസ്ഖീഹി സുമ്മൻ, ഇടക്കിടക്ക് വിഷം കുടിപ്പിക്കുമ്പോൾ മൂപ്പർക്ക്. പക്ഷെ ഫലാ യുഅസ്സിറു ഫീഹി, ഒരു ഫലവും കാണില്ല, മരിക്കുന്ന കാണില്ല. ഈ പെണ്ണുങ്ങൾക്ക് ഇത് കുറെ നീണ്ടുപോയി, വിഷം കുടിപ്പിക്കൽ എന്നെ പണി. കാലത്ത് കുറെ പ്രാവശ്യമല്ല നിങ്ങൾക്ക് ഞാൻ വിഷം കുടിപ്പിക്കുന്നു, നിങ്ങളിൽ യാതൊരു തഹ്സീറും ചെയ്യുന്ന കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഫക്കാനല്ല, അബൂ മുസ്ലിം പറഞ്ഞെന്താന്നറിയോ? വലിമദാലിക്ക, എന്തിനാണ് എന്നെ വിഷം കുടിപ്പിക്കുന്നത് ചോദിച്ചു. കാലത്തിൽ എന്നൊക്കെ സിർത്ത ശൈഖൻ കബീറ, നിങ്ങൾ വലിയ വയസ്സുള്ള ആളായി. വലൈസരി ഫീക്ക് റഹബത്ത്, നിങ്ങളോടൊരു താല്പര്യം എനിക്കില്ല എന്ന്. അതാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നും മരിച്ചു കിട്ടിയപ്പോ എനിക്കെങ്കിലും പോകാലോ അല്ലേ? ഫക്കാല, ഓറ് പറഞ്ഞു ഇന്നഹു ലാ യുഅസ്സിറു ഫിയ്യ, എന്നിൽ ഈ വിഷം കലർത്തിയാൽ ഒരു ഫലവും കിട്ടൂല. അദ്കുറുല്ലാഹ തആല, ഞാൻ അല്ലാഹു ദിക്ർ ചൊല്ലുന്ന ആളാണ്. വഅഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. സുമ്മ അത്തക്ക, ഇത് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഇത്തക്കാക്കി ഓട് പോകുന്നതിലേക്ക് പോട്ടുന്നു. ആ ജാതിനെ വിട്ടയച്ചു. ഉറങ്ങുന്ന നേരത്ത് 21 വട്ടം പറഞ്ഞു. അമിനഹുല്ലാഹു തആല ഫീ സിൽക്കൽ ലൈല, അന്നത്തെ രാത്രി അല്ലാഹു തആല അവന് അഭയം നൽകും. മിന ശൈത്വാനിർ റജീമിനെ തൊട്ടും, വമിന സറഖ കള്ളന്മാരെ തൊട്ടും, വമിൻ മൗത്തിൽ ഫുജാ പെടുന്നതിനുള്ള മരണത്തിനെ തൊട്ട്, വദഫഅനു കുല്ല ബലാഇൻ, എല്ലാ ബലാ ദൂരീകരിക്കുകയും ചെയ്യും. ഈ നെഞ്ചമ്മ കൈ വെച്ചിട്ട് ഓതണമെന്ന കാദിയാറ് പ്രത്യേക ഇജാസത്ത് തന്നു. നെഞ്ചമ്മ കൈ വെച്ചിട്ടുണ്ട്, അതിൽ കാണില്ല. 21 ഓതണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. റോമിലെ രാജാവ് ഒരു ജാസൂസില്ലേ, ചാരപ്പനടുത്ത് എന്തിനാണ്? യഖ്തുലുൽ മഹ്മൂന, മഹ്മൂൻ എന്നവരെ കൊല്ലാൻ പഠിച്ചു ഒരു ചാരനയച്ച്. മഹ്മൂൻ എങ്ങനെ കൊല്ലാൻ കിട്ടുന്ന ചോദിക്കുന്നത്. മൂപ്പറ് പരസ്യമായി ഇറങ്ങുന്ന ആളാണ്, അതിന് മറപിടിക്കലും ഇതൊന്നുമില്ല. അതിപ്പോ രാജാക്കന്മാർ സാധാരണ മറപിടിച്ച് മീമാങ്ങാൻ പോണെങ്കിലും പോലീസുകാര് പാറാവെല്ലാം പണ്ടേ അത്ര ഭീരുക്കളായി മാറിയല്ല. ഇവരൊരു ഹെത്തിജാബും ഇല്ല. അപ്പൊ എവിടെ വെച്ച് കൊല്ലാൻ കിട്ടും? അങ്ങനെ രാത്രി വന്നപ്പോൾ ഒരു കടാരിയുമായിട്ട് ഈ ജാസൂസ് മൂപ്പറ ലക്ഷ്യം വെച്ച് വന്ന് മഹ്മൂൻ ഉറങ്ങുകയാണ്. നോക്കുമ്പോ മൂപ്പറ വെക്കുന്ന പെട്ടെന്ന് അതൊരു പാമ്പ് ഇയാളെ പിടിക്കാൻ വരുന്നു. ഇത് കണ്ടപ്പോൾ ജാസൂസ് ഓടിക്കളഞ്ഞു. രണ്ടാമതും എന്താക്കിന്നറിയോ? ലക്ഷ്യം വെച്ച് പോയി അപ്പോൾ പാമ്പ് വരുന്നു. അങ്ങനെ മഹ്മൂന് കേൾക്കുകയാണ്. കായിലൻ പറയുന്നത്, യഖൂലു ലഹു, അവരോട് പറയുന്നത്, തഹസ്സൻത ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് നിങ്ങൾ എന്താക്കി നല്ല കോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇസ്നെ. അങ്ങനെ കേട്ടപ്പോൾ ഫസ്തൈഖള, ഉണർന്നല്ല. ജാസൂസ്, അപ്പൊ ജാസൂസിനെ ഞാൻ കാണുന്നു. ഫസഅലഹു അൻഹാരി, നീ എന്താണ് അവിടെ നിൽക്കുന്നത്? റോമിലെ രാജാവ് അയച്ചതാണ്, കൊല്ലാൻ വേണ്ടി അയച്ചതാണ്. ഞാൻ വരുമ്പോ ആ പാമ്പ് വരുന്നുണ്ട്, കൊല്ലാൻ കഴിയുന്നില്ല. ഒന്നിൽ നയ്യത്തോണ്ട് പറഞ്ഞു. ഫഖാല, മഹ്മൂൻ എന്താ പറഞ്ഞു? 40 വട്ടം ബിസ്മി ചെല്ലാതെ കണ്ട് ഞാൻ ഉറങ്ങാറില്ല. അതുകൊണ്ട് ഉറങ്ങുന്ന വെച്ചിട്ട് കൊല്ലാനും കഴിയൂല. ഫഖാല അഖ്ബിർനി അൻ ഫളായിലിഹ, ജാസൂസ് പറഞ്ഞെന്താന്ന്? ഇതിന്റെ ഫളായിലൊന്ന് പറഞ്ഞ നാട്ടേ. ഫഖാല പറഞ്ഞു, എന്തിൽ ഉലമാ, എന്റെ അടുക്ക കുറെ ഉലമാക്കന്മാരുണ്ട്, അവരോട് പോയി ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഫൗത്തിയ ബിഹിം വാഹിദൻ വാഹിദൻ, അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവന്നു. പക്ഷെ ജാസൂസിന്റെ ഉദ്ദേശം പൂർത്തിയാവാത്ത പോലെ ഉണ്ട്.
ഫഖാല ഹൽ ബഖിയ മിൻഹും അഹദുൻ, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. ഖാല നഅം, ഉണ്ട്. അനെ ബഖി ഇബ്നു സമ്മാക്ക് ബാക്കിയുണ്ട് എന്ന് പറയാൻ ഓർമ്മന്നിട്ടില്ല. അവർ വന്ന് ഫഅഖബറഹു ബിഫളായിലിഹാ, ബസ്മലത്തിന്റെ ഫളായിൽ മുഴുവനും പറഞ്ഞു കൊടുത്തു. ഫഖാല ഫി ആഖിരി കലാമിഹി, ഇതിന്റെ കലാമിന്റെ അവസാനം ഇബ്നു സമ്മാക്ക് പറഞ്ഞത് ലൗലം യകും മിൻ ഫളായിലിഹാ ഇല്ലാ ഹിഫ്ദുൽ മഅ്മൂനി മിൻക ബിൽ ഹയ്യത്തി, അതാ കൂട്ടോട്ട്. അതിന്റെ ഫളായില് മഅ്മൂനിനെ നിന്നെ തൊട്ട് കാത്തില്ലേ, പാമ്പിനെ ഉപയോഗിച്ചിട്ട്, അത് തന്നെ പോലെ എന്തിനാ കൂടുതൽ പറയുന്നത്? ഈ കൊല്ലാൻ വന്ന നിന്നെ തൊട്ട് പാമ്പിനെ ഉപയോഗിച്ച മഅ്മൂനെ കാക്കൽ എന്നതില്ലാതെ വേറൊന്നും ഇല്ലേ? എന്നാ തന്നെ ലകഫ, മതിയല്ലോ. ജാസൂസിനെ അത്ഭുതപ്പെടുത്തിയതാണ്. ഉടനെ അയാൾ മുസ്ലിമാവുകയും ചെയ്തു. പ്പെട്ട രാജാവ് കത്തെഴുതി, എനിക്ക് തലവേദനയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മരുന്ന് കൊടുത്തയക്കണം. ഒരു തൊപ്പിയാ കൊടുത്തയച്ചത്. അതെന്താക്കുന്ന അറിയാം, തലയിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അന്നീന്ന് വേണം, ഫക്കാനാന്ന് പോലെ ഇല്ലേ? പിന്നെ കൊടുത്തയച്ചത് ഇവിടെ കന്നി എന്തിനാണ്? അവിടെ ബാലി അതിന്റെ പൊരിപ്പിന് ശേഷം ഫക്കാനാന്നാക്കിയാൽ മതി. ഈ രാജാവായിരുന്നു. ഇതാ വദഅഹാല റഅസി, തലക്കം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സകന വജഹു, രോഗം മാറി. വൈദാ റഫഅഹ ആദ ഇലൈഹി, അത് ഉയർത്തിക്കളഞ്ഞാലോ തലവേദന മടങ്ങി വരും. ഫതഅജ്ജബ മിൻ ദാലിക, ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ തൊപ്പി എന്താക്കി കഴിച്ച് പരിശോധിച്ചു. മക്തുബു ഫീഹൽ ബസ്മലത്തു ഫഖത്ത്, അതിൽ ബസ്മലത്തെ എഴുതിയിട്ടുള്ളൂ, വേറൊന്നുമില്ല. ഇതാണ് എന്റെ രഹസ്യം. ഇവിടെ എഴുതേണ്ട ആള് എഴുതും പോലെ എഴുതിയ സംഗതി ശരിയായി. ഈ ദീൻ എന്തൊരു ബഹുമാനപ്പെട്ട ദീനാണ്, എന്തൊരു ഇസ്സത്തുള്ള ദീനാണ്. അതിൽപ്പെട്ട ഒരൊറ്റ ആയത്ത് കൊണ്ടല്ലേ എന്റെ രോഗം മാറിയത്. അപ്പൊ ഖുർആൻ മുഴുവനായ എന്തായിരിക്കും? അങ്ങനെ ആയ കൊടുത്ത രാജാവ് മുസ്ലിമായി, വഹസുന ഇസ്ലാമു, നല്ല മുസ്ലിമായി മാറിയെന്നവർ. ഒരു യഹൂദി യഹൂദിയത്ത ഒരു പെണ്ണിനെ മോഹിച്ച് അങ്ങനെ ആ പെണ്ണിന്റെ വിഷയത്തിൽ ഇയാൾ ഭ്രാന്തനായി പോയി. വെള്ളം കുടിക്കല് കൊണ്ടോ ഭക്ഷണം കഴിക്കല് കൊണ്ടൊന്നും അയാൾക്കൊരു ഒരു സന്തോഷം കിട്ടുന്നില്ല. അങ്ങനെ അക്ബർ എന്നോളിലേക്ക് പോയി. ഇതിന്റെ ഹാലിനെ പറ്റി ചോദിച്ചപ്പോൾ എന്താക്കിയെന്നറിയോ, അൽ ബസ്മലത്തിന് എഴുതി കൊടുത്ത് ഫീ കാഗദിൻ, ഒരു കടലാസിൽ. വക്കാലിട്ട് പറഞ്ഞു ഇബ്തലി, ഇത് വിഴുങ്ങുക എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഫിഖ് മസാല ഒപ്പിക്കണോ? അങ്ങനെ തന്നെ വിഴുങ്ങിയാൽ പറ്റൂല എന്നാണ്. ആ ചവച്ചിറക്കിയാണെങ്കിൽ അതിൽ മായ്ച്ചു കുടിക്കുകയാണെങ്കിൽ പറ്റും. എഴുതപ്പെട്ട മക്തൂബ് നേരെ പോയാൽ എന്താകും, നജാസത്തിലേക്കാ പോകുന്നു, വിഴുങ്ങാൻ പറ്റൂല. അപ്പൊ ഇബ്തലി എന്ന് പറഞ്ഞ ഓറ് പറയുമ്പോ അതിന് വട്ടം പോലെ പറഞ്ഞിട്ടുണ്ടാവും. ചവച്ചിട്ട് വിഴുങ്ങാം എന്നാ ഫിക്കും. എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിക്ക് ഓളത്തൊട്ട് നിന്നെന്താക്കും, സമാധാനിപ്പിക്കും, ആ ഇഷ്ടങ്ങൾ മാറും. അല്ലെങ്കിലോ ഓള എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അതിൽ കൂടെ മക്കളുണ്ടാവും. കിട്ടിയാ പിന്നെ അത് മാറിയല്ലോ. അങ്ങനെ അയാൾ ഉപയോഗിച്ച് ഈമാൻ, ഈമാനിന്റെ ഹലാവത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കൽബിന് നൂറും വെളിപ്പെട്ടിട്ടുണ്ട്. ആ പെണ്ണിന് അങ്ങനെ തന്നെ മറന്നുപോയി എന്ന്. അതുകൊണ്ട് അവഗണിച്ചു നടത്തം. ഇസ്ലാം, ഇസ്ലാമിന് എനിക്ക് പറഞ്ഞില്ല. ഇസ്ലാം എന്നത് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്ത അയാൾ മുസ്ലിമായി ബറക്കത്തിൽ ബസ്മല, ബസ്മലത്തിന്റെ കാരണത്താൽ. ആ പെണ്ണുങ്ങൾ ഇയാൾ ഇസ്ലാമായ വാർത്ത കേട്ടല്ലോ. കേട്ടപ്പോൾ അത്തായിലേക്ക് വന്നു. ഇമാമൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഇമാമായവരെ
അനൽ മർഅത്തുല്ലതി ദക്കറഹാ ലക്കൽ യഹൂദിയു, ആ യഹൂദി എന്ന് പറഞ്ഞ ഒരു പെണ്ണില്ലേ, ആ പെണ്ണ് ഞാനാണ്. അല്ലാതെ അസ്ലമ, അയാൾ മുസ്ലിമായല്ലോ. ഇന്നത്തെ രാത്രി ഞാൻ മനാമിൽ കണ്ടിട്ടുണ്ട്. അതാനി ആത്തിൻ, അതാനി ആത്തിൻ, അതാനി വേണ്ടല്ല, അതാനി ആത്തിൻ, എന്റെ അടുക്കൽ ഒരാള് വന്ന്, ആത്താനി മുത്താത്തിയില്ലേ, അപ്പൊ അത് കുറച്ച് വിട്ടാൽ മതി. ഒരാത്തി വന്ന് വക്കാലി, എന്നോട് പറഞ്ഞു, ഇൻ അറത്തി, പെണ്ണിനോടല്ലേ പറയുന്നത്, ഇൻ അറത്തി അൻ തന്തുരി മൗദി അഖി മിനൽ ജന്നത്തി, സ്വർഗത്തിൽ നിന്ന് നിന്റെ സീറ്റ് എവിടെയാണെന്ന് കാണാൻ ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ ഫദ്ഹബീല അത്തായിലേക്ക് പോയിക്കോന്നു. അത്തായിലേക്ക് പോയിട്ട് എന്താക്കും, ഫൈന്നഹു യുരീകി ഇയ്യാഹു, അത്താഹിനേക്കാൾ സ്വർഗത്തിന് സീറ്റ് കാണിച്ചു തരും. അതുകൊണ്ട് അത് അത്തൈത്തുക്ക ഇലയിക്ക, നിങ്ങളിലേക്ക് ഞാൻ വന്നതാണ് എന്നാണ് തപ്പണിന്റെ ബാക്കി. അത് കാലനീന്റെ ബാക്കി അവിടെ തീർന്ന് ഫൈന്നഹു യുരീകി ഇയ്യാഹുവിന്റെ അടുത്ത് തീർന്ന് പറയുന്നതാണ്. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഐനൽ ജന്ന, സ്വർഗം എവിടെ? അത്താഹ് പറഞ്ഞു, ഇന്നറത്തിൽ ജന്നത ഫഅലൈകി അവ്വലൻ അൻ തഫ്തഹി ബാബഹാ, നിനക്ക് സ്വർഗം ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ വാതിലാദ്യം തുറക്കണം. സുമ്മ തദ്ഖലീന ഇലൈഹ, പിന്നെ അതിലേക്ക് പ്രവേശിക്കണം. സ്വർഗത്തിന്റെ വാതിൽ എങ്ങനെയാ തുറക്കുക? പറഞ്ഞു. പെണ്ണത് പറഞ്ഞല്ല. സുമ്മക്കാലത്ത് അത്തായിനോട് പറയുന്നു, എന്റെ കൽബി നൂറെത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മലക്കൂത്ത് ഞാൻ കാണുകയാണ്. മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങൾ തൊട്ട് മറച്ചു വെക്കപ്പെട്ട എല്ലാ കാര്യത്തിലും മലക്കൂത്ത് എന്ന് പറയും. അപ്പൊ മലക്കൂത്ത് എന്ന് ഗൈബിന്റെ 3 മേഖലകൾ ഒത്ത ഒരു പേരാണ് മലക്കൂത്ത്. ഗൈബിനെ പിടിച്ച് 3 കാര്യം വെച്ചാൽ ജബറൂത്തെന്നും മലക്കൂത്ത് എന്നും ലാഹൂത്ത് എന്നും പേര് പറയും. അതെ, പാലം വെച്ചു. ഓരങ്ങനെ വ്യക്തമായി പറഞ്ഞപ്പോ നമുക്ക് അവഗണിക്കാൻ പറ്റൂല. ഈ മൊത്തത്തിൽ നാസൂത്ത് എന്നറിയും. അപ്പൊ 2 ജോലി വെച്ചാൽ ഗൈബ് ഷഹാദത്ത്, അല്ലെങ്കിൽ നാസൂത്ത് മലക്കൂത്തിനെ 3 ആക്കുക. അപ്പൊ ഇതെല്ലായി ജബറൂത്തായി ഈ മലക്കൂത്ത് പറയുന്നത്. മലക്കൂത്ത് മുഴുവനും ഞാൻ കാണുകയാണ്. അപ്പൊ മലക്കൂത്ത് ആകാശത്തിന്റെ അപ്പുറല്ലേ? മറച്ചുവെക്കപ്പെട്ടത്. അങ്ങനെ പറയാ. അല്ല, മലക്കൂത്ത് പറഞ്ഞാൽ മലയാള അർത്ഥം വെച്ചു മലക്കൾ താമസിക്കുന്ന ലോകമാണ്. മലക്കളുടെ ഇല്ലേ മലക്കൂത്താണ് ഈ സാധനം. ഈ ഭൗതികമായ വസ്തുവിലുണ്ടാവും മലക്കൂത്ത്. എന്തെന്ന് ഈ സാധനം കണ്ടാല്, ചെറിയൊരു കുട്ടിക്ക് കണ്ടാൽ ചിത്രപ്പണിയുള്ള ഒരു പുഷ്പം എന്തെങ്കിലും ഒരു ഇതിന് അമ്മാത്രം എനിക്കറിയില്ല, ഇതിന്റെ മാവറയിലൊന്നും അറിയില്ല. ഒരു ബസീറത്തുള്ള ഒരാൾ കാണുന്ന അതെന്താന്ന്, അത് ഇന്ന സാധനം, ഒരു വൈദ്യുതി വരട്ടെ, അത് ഇന്ന സാധനമാണ്, കിലോന് ഇത്ര രൂപ വരണ്ട്, ഇന്ന രോഗങ്ങൾക്ക് സാധനമാണെന്ന് കണ്ടാൽ അതതിന്റെ മലക്കൂത്താണ്. അപ്പൊ കുഞ്ഞിനെത്തുന്ന എന്താ കൊടനെ വാങ്ങിയിട്ട് മങ്കീശിലിട്ടു കളിക്കാൻ വിടൂല. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കിട്ടിയത് ആ കുഞ്ഞ് കളിക്കോപ്പാക്കിയത്. അതിനെ മാവറായിലുള്ള മലക്കോത്ത് എതിരാക്കി ചെയ്തപ്പോ എന്താ അതിന്റെ മൂല്യം കൂടി. അപ്പൊ പേരിന്റെ പേരില്ല അങ്ങനെ ഇസ്മ ചൊർക്കളം തന്നെ. എന്താ മജീദ് അസ്മിത്ത് എന്താ നാട്ടിന് എന്താ പേരുള്ളത്? കരിമ്പൊന്നുണ്ടെങ്കിൽ എന്താ കറുത്തിട്ടുണ്ട്. അത് സമാവാത്തിന് മലക്കൂത്ത് ഉണ്ടാവും. ഇനി ലോകത്തിലെ ഭൂമിയാണ് മലക്കൂത്ത്, അങ്ങനെയും കാണാം. മൊത്തത്തിൽ മലക്കൂത്ത് പറയാം. ഭൂമിക്കും മലക്കൂത്തുണ്ട്, ഭക്ഷണത്തിന് മലക്കൂത്തില്ലേ. ഭക്ഷണം നമുക്ക് വായിക്ക് രുചിയുണ്ട്, മൂക്കിന് മണമുണ്ട്, തിന്നാ പോയിപ്പോൾ ഇതെല്ലാം അതിന്റെ നാസൂത്ത് മാത്രമാണ്. അതിപ്പോ തിന്നാള് കാണും. ഇത് എവിടെ നിന്നുണ്ടായി, ആരുണ്ടാക്കി? അതിന്റെ കൂടെ ഉണ്ടാക്കിയ അന്നതിലേക്ക് അങ്ങോട്ട് കൂടും. അപ്പൊ ഏതൊരു സാധനത്തിലും അതിന്റെ മലക്കൂത്തുണ്ട്. അതിന്റെ ഈ നാസൂത്ത് അതിന്റെ അവാനിയാണ്, അതിന്റെ ബാഹ്യ പാത്രത്തിന്റെ ഉള്ളിലുള്ള മഹാനികളാണ് ഇതൊക്കെ. മേഘത്തിൽ നിന്ന് മഴ പെയ്പ്പിച്ച് ഞാനാണ്. ഭൂമിയിൽ വെള്ളം കുടിപ്പിച്ച് അതിന് വേരോടിയിട്ടുണ്ടാക്കി. അതിന് ഭൂമിയെല്ലാം കീറിയിട്ടുണ്ട്. ഈ വെള്ളം കിട്ടാൻ വേര് ഓടുമല്ലോ, അത് മുളപ്പിച്ച്. പിന്നെ അത് ഒരൊറ്റ പുഷ്പം ഉണ്ടാകുന്നതിന്റെ ഫോട്ടോ. അത് അതിലെന്തെല്ലാം അജായിബെന്ന പത്രത്തിൽ എഴുതിയൊരു പേജിലേതാണ്. എന്തോ പുഷ്പമായിക്കോട്ടെ, എന്ത് പുഷ്പമൊന്നുമില്ല, അതിന്റെ മഹിമൊന്നുമില്ല, ഒറ്റൊരു പുഷ്പം.
എന്തെല്ലാം അജിതാക്കളാണ്, എന്തെല്ലാം ഘടകങ്ങളാണ് നടക്കുന്നത്, അവിടെ പോളിനേഷൻ നടക്കുന്ന എന്തെല്ലാം അജായിബുകൾ. ഈ കാണുന്ന എന്തെങ്കിലും പോവും ഒരു പുഷ്പം വിടരുമ്പോൾ എന്ന് മാത്രമാണ് പത്രത്തിലുള്ളത്. അങ്ങനെ എന്തെല്ലാം എത്ര ജാതി പുഷ്പങ്ങൾ, എത്ര കോടിക്കണക്കിന് പുഷ്പങ്ങൾ. പൊട്ട് അവിടെ ഇസ്ലാമിനെ പഠിപ്പിച്ചതാണ്. അവിടെ കത്തിനം ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ പെണ്ണ് മുസ്ലിമായി. അപ്പൊ എന്തായിന്നറിയാ, മൂപ്പറ സാന്നിധ്യത്തിൽ തന്നെ അയാൾക്ക് പെണ്ണിന് കഷ്ടമുണ്ടായി. ആ ഇസ്ലാമാതിന് മുമ്പാ കഷ്ടമുണ്ടാകും. അതല്ലേ അൻവാർ സ്ഥാപിക്കാവുന്ന ആളുണ്ട്, അൻവാർ പിന്നെ വരുന്ന ആളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മജ്ദൂബും മുത്തദാറക്കും ബിസുലൂക്ക് അതിപ്പോ കൂട്ടിയത് ആദ്യം ചെറുപ്പം എന്നാണ് പിരാന്തായി. അള്ളാഹുവിന്റെ അൻവാർ ആദ്യം കണ്ടതിന് ശേഷം അവർക്ക് സുലൂക്കിലേക്ക് കടക്കും. ചില സുലൂക്ക് കടന്നതിന് ശേഷം പിന്നീട് അൻവാർ കാണലുണ്ട്. അതിനാണ് മജ്ദൂബും മുത്തദാറക്കും ബിസുലൂക്ക് എന്ന് പറയുന്നത്. ഒരാളാടുണ്ടല്ലോ മജ്ദൂബിൽ നിന്ന് സുലൂക്കിലേക്ക് ഇറങ്ങി അത്താവുൽ അക്ബർ അവിടെ ഇല്ലേ. എന്നിട്ടോ വീട്ടിലേക്ക് പോയി. അന്നത്തെ രാത്രി ആ പെണ്ണുങ്ങൾ ഉറങ്ങി. മനാമിൽ കാണുന്ന എന്താ, ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ കയറിയിട്ടുണ്ട്. അന്നഹാന്റെ അടന്തോ ഒരു കല കുടുങ്ങിയിട്ടുണ്ട് അല്ലേ. നല്ല പ്രശ്നം. അതിലുള്ള മാളികകളും കുബ്ബകളും കാണുകയാണ്. എന്നെഴുതപ്പെട്ട ഒരു കുബ്ബയും കാണുന്നു. അത് ആ പെണ്ണുങ്ങൾ വായിച്ച് അപ്പോഴത് വിളിച്ചു പറയുന്നത്, ഇത് വാദിയ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളല്ലേ, നീ കണ്ട മുഴുവൻ കാര്യങ്ങളും നിനക്ക് നൽകിയിട്ടുണ്ട്. കുറെ കുബ്ബകളെ കണ്ടില്ലേ. ഫന്തബഹത്തിൽ മർഅതു, പെണ്ണുങ്ങൾ ഉണർന്നല്ലോ. വഖാലത് ഇലാഹി കുന്തു ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കയറിയ പെണ്ണുങ്ങളാന്നു. പക്ഷെ മനാമിയാണ്. അതിൽ നിന്ന് നീ എന്നെ ഇങ്ങോട്ട് പുറത്തിറക്കിയില്ലേ, അതാണ് ഉണർച്ചയിലേക്ക് വന്നല്ല. അതുകൊണ്ട് ദുന്യാവിന്റെ ഹമ്മിൽ നിന്ന് എന്നെ പുറത്തിറക്കണം. അങ്ങനെ കയ്യിലോട് കൂടി സഖത്തത്ത് താറുഹ അലൈഹ, പെണ്ണുങ്ങളെ മേലെ പൊര പൊളിഞ്ഞു വീണുപോയി. ഫമാതത്ത് ഷഹീദത്തൻ, അങ്ങനെ ഷഹീദായിട്ടാണ് പെണ്ണുങ്ങൾ മരിച്ചത്. റഹിമഹുല്ലാഹു തആല ബിബറകത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് പെണ്ണുങ്ങൾ രക്ഷപ്പെട്ടു. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആസറ ഖൗമൻ മിനൽ കുഫാർ, കുഫാറുകൾപ്പെട്ട ഒരു കൗമിനെ വലയം ചെയ്ത്, കോട്ടകളിലാക്കി വലയം ചെയ്തു. ഓരോ കോട്ടകളിലായിട്ട്. അങ്ങനെ അവര് ഖാലിദ് തങ്ങളോട് പറഞ്ഞത്, അന്നക തസഅമു അന്ന ദീനൽ ഇസ്ലാമി ഹഖ്ഖുൻ, ഇസ്ലാം ദീന് ഹക്കാണെന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ മുസ്ലിം ആവാ ഒരായത്ത് കാണിച്ചാൻ തോന്നും. ഇത് ഖുർആനായത്താ. മൂപ്പർ പറഞ്ഞത് പെട്ടെന്ന് മനുഷ്യനെ കൊന്നു കളയുന്ന ഒരു വിഷം നിങ്ങൾ ചുമന്ന് കൊണ്ടുപോവാ എന്റെ അടുക്കിലേക്ക്. അങ്ങനെ വലിയൊരു പാത്രത്തിൽ വിഷം കൊണ്ട് കൊടുത്തു. وقال بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. പറഞ്ഞിട്ട് മൂപ്പറെ കുറിച്ച് ഫലം يضره, മൂപ്പർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതാണ് നിൽക്കുന്നത്. വേറെ മനസ്സിലാക്കി ഇപ്പം മരിക്കുന്നതാണ്. എല്ലാവരും മുസ്ലിമായി. കുടിക്കണ്ടാണ് കുടിക്കണം. റിപ്പോർട്ട് ചെയ്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഖബറിന്റെ അടുക്കിലേക്ക് കൂടി നടന്നു പോകുന്നു. മലായികത്തിനെ കാണുന്നു. സാഹിബഹു, ഖബറാളിയായ മനുഷ്യരുണ്ടല്ലോ,
അദ്ദേഹത്തിന് അദാബ് എടുക്കുന്നത് കാണുന്നുണ്ട്. فلما رجع من حاجته ഈസാ അലൈഹിസ്സലാമിന്റെ ഹാജത്തിൽ നിന്ന് മടങ്ങി വന്നു. رآهم അവരെ വീണ്ടും കാണുന്നത് മലായിക്കത്തിനെ കാണുന്നത് ഓറ കൂടെയുണ്ട് വലിയ തളികകൾ, നൂറിനാനുള്ള തളിക. അപ്പൊ ഓമം കണ്ട അവസ്ഥയിലെ ഇപ്പം വലിപ്പം കാണുന്നത്. ഈസാ അലൈഹിസ്സലാം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അല്ലാഹു തആല വഹയ അറിയിക്കുന്നു, ഇന്ന ഹാദാ കാന ആസിയൻ, ഈ ഖബറാളി ഒരു ആസിയായിരുന്നു. വളരെ സഗീറൻ, അയാൾ മരിക്കുമ്പോൾ ഒരു സഗീറായ കുട്ടിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഉമ്മ ഏൽപ്പിച്ചു കൊടുത്തു ഇലൽ മഖ്തബി, എന്ന് വെച്ചാൽ ഓത്ത് പഠിക്കുന്ന സ്ഥലത്തേക്ക് കുഞ്ഞിനെ കൊണ്ടാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊടുത്തു. അപ്പൊ കുട്ടി ചൊല്ലിയില്ലേ? അപ്പൊ ഫസ്തഹയ്യതു അൻ ഉഅദ്ദിബഹു, ഇയാളെ അദാബ് ചെയ്യാൻ ഞാൻ ലജ്ജിച്ചു എന്ന് പറഞ്ഞാൽ, ലജ്ജ എന്ന് വെച്ചാൽ അല്ലാഹു തആല അത് വേണ്ടാന്ന് വെച്ചു. ലജ്ജ എന്നുള്ളത് ആദിസന്റെ സിഫത്തല്ലേ, ആദിസന്റെ സിഫത്ത് അള്ളാഹ്ക്ക് പറയാൻ പാടില്ല. അപ്പൊ ലജ്ജ കൊണ്ട് എന്താണ്ട് ഉപേക്ഷിക്കാൻ. അപ്പൊ ഉപേക്ഷിച്ചു അദാബ് എടുക്കല്. എന്തിനാണ്? ഇസ്മി, അയാളെ മോനെ എന്നെ പറ്റി റഹ്മാൻ റഹീം എന്നല്ലേ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അയാൾ ഉപ്പാൻ എങ്ങനെ ശിക്ഷിക്കുക? അത് പറ്റൂല, ശിക്ഷ ഒഴിവാക്കി. ഇതില്ല തഫ്സീർ ഓതി പോയിട്ടുണ്ട്. വഹിക്കുമത്ത് കൗലുൽ ബസ്മലത്തിന് പറയുന്നത്, ബസ്മലത്ത് 4 കലിമത്താ ഉള്ളത്. ബിസ്മി അല്ലാഹു റഹ്മാൻ റഹീം അല്ലേ, 4 കലിമാത്ത്. ദുനൂബുകൾ 4 തരത്തിലുണ്ടെന്നാണ്. 4 അൻവാ: ദുനൂബുൽ ലൈലി, ദുനൂബുൻ നഹാർ, ദുനൂബുസ് സിർരി, ദുനൂബുൽ അലാനിയ. ഫമൻ ദക്കറ ഹാദിഹിൽ കലിമാത്ത് 4, ഈ 4 കലിമത്ത് പറഞ്ഞ മുഖലിസൻ ഗഫറല്ലാഹു ലഹു ഹാദിഹിൽ അൻവാ, 4 വിധത്തിലുള്ള ദോഷങ്ങൾ പുറത്തു എന്നാകാം. അതല്ല ഹദാദിനെ സറിയിക്കാണ് അസ്തഗ്ഫിറുല്ലാഹ് റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ് മിനൽ ഖത്തായ 4 വട്ടം പറയും. അതിന് ശാരി എന്താ പറയുന്നത്? ഒന്ന് ഖൽഖുമായി വർദ്ധിക്കുന്ന ദോഷം, ഒന്ന് ഖാലിഖുമായി വർദ്ധിക്കുന്ന ദോഷം. 2ആയി. ഒന്ന് ലാഹിറായ ദോഷം, ഒന്ന് ബാത്തിനായ ദോഷം. അപ്പൊ 4 കൂടി ചെന്നായി. അപ്പൊ ഖൽഖുമായി ബന്ധപ്പെട്ട 2, ഖാലിഖുമായി ബന്ധപ്പെട്ട 2. പൊറുക്കും. ഹാദിഹിൽ അൻവാ 4 ലൈല നഹാർ സിർറു അലാനിയത്ത്. 2 പകൽ ചെയ്യുന്ന സിർറ്, പകൽ ചെയ്യുന്ന ജഹർ, രാത്രി ചെയ്യുന്ന സിർറ്, രാത്രി. വഹുക്കിയ അന്ന ബഅദൽ ആരിഫീന ഖറഅൽ ബസ്മല, ആരിഫീങ്ങൾപ്പെട്ട ചിലർ ബിസ്മി ഓതി. ഫഖാലത് ലഹു നഫ്സുഹു മാ മഅനാഹ, ഓരോ നഫ്സ് പറയുന്ന എന്താ ഈ ബിസ്മിന്റെ മഅന? ഫഖാല, അപ്പോൾ പറഞ്ഞത് ബിർറ്. മറച്ചു വെക്കൽ, മീമ് മഗ്ഫിറത്താണ് എന്നിങ്ങനെ പറഞ്ഞു. ഫഖാലത്ത്, എന്നിട്ട് ആ നഫ്സ് ചോദിക്കുന്നു, മിമ്മൻ തർജു സലാസ, ബിർറ്, സത്റ്, അതുപോലെ തന്നെ മഗ്ഫിറത്ത് 3 എവിടെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമാ അലിംതി, നഫ്സിനോടല്ല പറയുന്നത്, മാ ബഅദൽ മീമി, മീമിന് ശേഷം എന്താ നോക്ക്, അല്ലാഹ് അല്ലേ, അള്ളാന്റെ വാക്ക്. അപ്പൊ അള്ളാന്റെ വാക്കെന്ന് ബിർറ്, സിത്റ്, പിന്നെ മഗ്ഫിറത്ത് 3 ഞാൻ ആഗ്രഹിക്കുന്നു എന്നായി. ഫഖാല തർജു മിൻഹു സലാസ, ഈ 3 നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ആര് ചോദിക്കുന്നത്? നഫ്സ്. നിങ്ങൾക്ക് ഒരുപാട് ദോഷം വേറെ ഉണ്ടല്ലോ. فقال يا ضعيفة اليقين, يقين ضعيفاയ നഫ്സേ, അമാ സമിഅതി ഖൗലഹു തആല അർറഹ്മാനുർ റഹീം, അപ്പുറം പറഞ്ഞില്ലേ? അല്ലാഹ് റഹ്മാനുർ റഹീമാണെന്ന് പറഞ്ഞു, നീ കാണുന്നില്ലേ? ഇനി ലരീഫായ നുക്ത പറയുന്ന പറയുന്നു. വമിനൻ നുക്തിൽ ലരീഫത്തി മാ ഹുകിയ അന്ന ശൈത്താനൻ സമീൻ, തടിച്ചു കൊടുത്ത ഒരു ശൈത്താനുണ്ട്. മെലിഞ്ഞ ഒരു ശൈത്താനുമായി കണ്ടുമുട്ടി. തടിച്ച ശൈത്താൻ മെലിഞ്ഞ ശൈത്താനോട് ചോദിക്കുന്നു, ഈ ഹാലത്തിൽ നിന്നാക്കി എന്തേ എത്ര മെലിഞ്ഞത്? ഇന്നീ എന്താ റജുലിൻ, ഞാനൊരാളെടുക്കലാണ്. ഇതാ ദഖല മൻസിലഹു, അയാൾ വീട്ടിൽ കയറിയാൽ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അയാൾ തിന്നാലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയും. വഇദാ ശരിബ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അങ്ങനെ നോക്കുമ്പോ ഫാഹസൂൽ ഞാനിങ്ങനെ മെലിഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, അയാളെ വെക്കുന്നു ഈ സബബിദാനി തടിച്ച വ്യക്തി. ഞാനൊരാളെടുക്കലാന്ന് ഇതൊന്നും അറിഞ്ഞൂടാ, പണ്ടേക്ക് തിന്ന് തന്നെ വിസ്മിയില്ല, ഒന്നുമില്ല, ബാധ എടുക്കുമ്പോ വിസ്മിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കും, അയാളെ തിന്നലിലും അശ്രമി കുടിക്കുന്നതിലും മൽബസിലും മങ്കയിലും എല്ലാം എനിക്ക് വഹിച്ചിട്ടു. അയാളെ പെരടിന്റെ മുകളിലാണ് ഞാൻ എന്താക്കി യാത്ര ചെയ്യുന്ന ദാമ്പത്തിന്റെ പേര്. അയാളെ ദാമ്പത്തിനെ പോലെയാക്കിയിട്ട് അയാളെ പുറത്താണ് യാത്ര ചെയ്യുക. എപ്പോഴെല്ലാം ഞാൻ ഒന്നിച്ചുണ്ടാവും. ഇനി വേറൊരു കഥ, മുഅ്മിനത്തായ ഒരു പെണ്ണുങ്ങൾ ഏതൊരു കാര്യത്തിനും ഈ പെണ്ണുങ്ങൾ പറഞ്ഞും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ പറഞ്ഞുകൊടുക്കും. ഈ സൗജിന് ഭയങ്കര ദേഷ്യ. പിന്നെ ഇവള് ഈ ഭർത്താവ് പറയുന്നത് ഞാൻ നിന്നെ നാണം കെടുത്തുന്നു. അങ്ങനെ ഈ പെണ്ണുങ്ങളെ കയ്യില് ഒരു പൊതി കൊടുത്തു. പൊതി നീ സൂക്ഷിച്ചു വെക്കണേ എന്ന് പറഞ്ഞ പൊതി കൊടുത്തു. അങ്ങനെ പെണ്ണുങ്ങൾ വാങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാങ്ങി ചെല്ലിട്ട് വാങ്ങി. അങ്ങനെ ഒരു തുണി എടുത്തു. ആ തുണി എന്താക്കി നല്ല തുന്നി പിടിപ്പിച്ച് നല്ല സഞ്ചിയാക്കിട്ട് വെച്ച് അവിടെയും വക്കാലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ തുന്നുന്നു. അപ്പൊ സൗജി വന്നു. ആ സുറത്ത് മുറക്കാറ്റിന് കട്ടോണ്ട് പോയി. ഭർത്താവേ ബാഹിറിലേക്ക് എറിഞ്ഞു. പിന്നെ വന്നിട്ട് വജലി അങ്ങനെ ആ പീടിയിലേക്ക് ഇരുന്ന് എറിഞ്ഞിട്ട് അങ്ങനെ ഒരു വേട്ടക്കാരാണ് അതിൽ കൂടി നടന്നു പോകുന്നു. പസ്തറാമിന്റെ സമക്കത്തൈന് അയാളെ വക്കം ഇയാളെന്താക്കി 2 മീൻ വാങ്ങി. വാർസലഹുമൈന സൗജത്തിലേക്ക് കൊടുത്തയച്ച് കമ്പക്കം വേണ്ടിട്ട്. സൗജന്റെ രാത്രിയത്തെ ഭക്ഷണത്തിന് വേണ്ടി പാകം ചെയ്യാൻ വേണ്ടി പെണ്ണുങ്ങൾ എന്താക്കി ആൾ ഇരുന്നിട്ട് മുറിക്കുന്നു. 2 മീനെയും കൊണ്ട് വെച്ച് ബൈനേരിയെ കൊണ്ടിച്ചില്ലേ കാലത്ത്. പെണ്ണുങ്ങളുടെ പണി എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് മസക്കത്ത് ബത്തനി സമക്കത്തൈൻ ഒരു മീനിന്റെ വയറ് കീറിയപ്പോ വൈദാബി സുറത്തി നോക്കുമ്പോ പൊതിയുണ്ട്. കഥ കറുതിട്ട് മീനിന്റെ വയറ്റിലുണ്ട്. മീൻ ബത്തനി സമക്കത്തി ഉടനെ ഇങ്ങെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് മക്കാന പണ്ടത്തെ സ്ഥലത്തന്നെ കൊണ്ട് ചർമ്മളി അവിടെ കൊണ്ടുവച്ച് കമാക്കാനത്ത്. ഇതൊന്നും ആളറിയുന്നില്ല, സൗജ് അറിയുന്നില്ല. രാത്രിയായപ്പോ സൗജ് വന്ന് ഭക്ഷണം കൊണ്ട് കൊടുത്ത് അയാള് തിന്ന്. ആ പൊതിങ്ങ് വേണില്ല എന്ന് പറഞ്ഞു. ഇയാളെ ഓർമ്മയില് ഇത് വിളിച്ചറിഞ്ഞല്ല. പെണ്ണുങ്ങൾ കുടുങ്ങുമല്ല. ഉടനെ എടുത്ത് വഹി തക്കോല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് കൊണ്ടേ ഭർത്താവിന്റെ കൊണ്ട കൊടുത്തു. കണ്ടപ്പോ സജദലില്ലാഹി അസ്സ വജല്ല അയാൾ നിഫാഖെല്ലാം പോയി സുജൂദി കിടന്നിട്ട് മക്കളെ ആമന്തു ബില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹിക്മത്ത് ഇങ്ങനെയാണ്. وذكر بعضهم أن بشر الحافي ഒരു കുറിപ്പ് കണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ആ കുറിപ്പിലുള്ളത്. മൂപ്പർക്കട് വീണിട്ടിയെന്ന് അവർ 3 ദിർഹം കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് വാങ്ങിയ തയ്യിബൻ നല്ല അത്തർ വാങ്ങിയിട്ട് ഈ വീണ് കെട്ടിയതിനെ വൃത്തിയാക്കിയിട്ട് അതിനെ കൂടെ തേച്ച് അതിനെ മണം പിടിപ്പിച്ചു. അപ്പോൾ രഹസ്യത്തിൽ അതാ വിളിച്ചു പറയപ്പെടുന്നു എന്റെ ഇസ്മിനെ നീ സുഗന്ധം പൂശി അതിനെ ബഹുമാനിച്ചല്ലോ, നിന്റെ പേരിനെ ഞാൻ എന്താക്കും ഈ പൂശുന്നു. അങ്ങനെ ബിസ്റുൽ ഹാഫിയായി ലോകത്തെ പ്രസിദ്ധനായ ആളായി മാറി. ഇത് ബിസ്രാവിലൊക്കെമാരോട് കൊച്ചയിലല്ലോ അവരുടെ ചരിത്രം ചോദ്യം. വിസ്മയത്തെ കടാസൻ ബഹുമാനിച്ചത് എന്റെ ഒട്ടാകെ അനുകല്ലുണ്ടായത്. ഇന്ന് ഖുർആൻ തന്നെ ചാടിയാൽ എടുക്കില്ല.
وفي الحديث من كتب بسم الله ഇവിടെ നമ്മൾ الرحمن ചളി പൊങ്ങാൻ പൊടി ഒക്കെ പോയില്ല ها؟ തോട്ടിലല്ലോ ആ പെരുമ്പയില് വൈകുന്നേരം വരുമ്പോ യൂസഫ് ആതിരാട താമസിക്കുന്ന പരിപാടി ഇട്ടു. അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ പെരുമ്പഴ ആസ്പത്രി മുകുന്ദ ആസ്പത്രിയുടെ കുറച്ച് ഇങ്ങോട്ട് തോട്ടിൽ കൂടി ഒരു കലണ്ടർ ഒഴുകി പോകുന്നുണ്ട്. അതിന് അള്ളാന്റെ കലിമാത്തുണ്ട്. അപ്പൊ നമുക്ക് അന്നേരം കിട്ടിയില്ല, ഞാടെ ഓർമ്മിച്ച് വെച്ച് രാത്രി യൂസഫ് ആതിരാടെ പോയിട്ട് പറഞ്ഞ് നല്ല ടോർച്ച് കാറും ഒന്ന് രണ്ട് ആളുണ്ടൊക്കെ വരണോ, നല്ല ഒരു സാധനം നേടാൻ പഠിക്കാം. ആ ടോർച്ച് കൊടുത്ത് പെരുമ്പ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് നടന്ന് തോട്ടിക്ക് കഴിഞ്ഞിട്ട് കലണ്ടറാടെ താങ്ങി നിന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നു. ഇതാണ് വൃത്തി നിധി. എല്ലാം വെച്ചെന്താ വില പിടിച്ചെന്തോ സാധനം പോയിട്ട് ടോർച്ച് എടുത്തിട്ട് പരതാനാ പോകുന്നത്. ഇതാ കിട്ടിയ ഞാടെ ഓർമ്മിച്ച് വെച്ച് രാത്രി പോയത്. കലണ്ടറിൽ പത്രക്കള്ളത്തിലൊക്കെ അല്ല വിസ്മി എല്ലാം എഴുതിയിടല്. وفي الحديث ഹദീസിലുണ്ട് മൻ കതബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാൾ എഴുതിയിട്ട് അത് മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അർഫുകൾക്കൊന്നും വളം തീമൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ എഴുതി എനിക്ക് കൂലിയുണ്ട്. അതുപോലെ പറഞ്ഞോണിക്കുള്ളത് പോലെ താദീം അലില്ലാഹി തആല അല്ലാഹു തആല ആദരിച്ചുകൊണ്ടാണ് ഗുഫിറ ലഹു അവന് ദോഷം പൊറുക്കപ്പെടുന്നു. ഫായിദത്തുൻ നളമൽ അല്ലാമത്തുൽ മുഖ്രി ബൈത്തുണ്ടാക്കി മാ തുസന്ന ഫീഹി തസ്മിയ ബിസ്മു ജല്ലൽ സുന്നത്തായ ഏതെല്ലാം രംഗങ്ങളുണ്ട് അതെല്ലാം കൊണ്ട് ബൈത്താക്കി അല്ലാമത്തുൽ മുഖ്രി വഖാല ജടൽ ജലനോ وتسمية الرحمن جل جلاله لنا شرعت فحدث عليها وواصلي لدى الأكل والشرب اللذين تجملا وغسل بها حال الطهور لغاسلي. അപ്പൊ റഹ്മാനായ അള്ളാഹുവിന്റെ തസ്മീയത്തുണ്ടല്ലോ, അത് ശുരിഅത്ത് ലനാ ശുരിഅത്ത് ലനാ നമ്മൾക്ക് ശറഅക്കപ്പെട്ടിട്ടുണ്ട്. ഫഹരിസ് അലൈഹ അതുകൊണ്ട് ബിസ്മി ചൊല്ലന്നെ നീ വളരെ ഹിർസ് വെച്ചോ. വവാസിലി എല്ലാ സ്ഥലത്തും ചൊല്ലിക്കോ. അതായത് ആ സന്ദർഭങ്ങളും ബിസ്മിയുമായി കൂട്ടിച്ചേർത്തോ എന്ന് പറഞ്ഞാൽ എന്തെല്ലാന്ന് ലദൽ അക്കിലി വശുർബി കുടിക്കുന്നത് അല്ലദൈനി തജമ്മല എന്ന് പറഞ്ഞാല് അംഗീകരിക്കപ്പെടുന്ന തിന്നലും കൂടിയാകണം. അപ്പൊ ഏത് കണ്ടുപിടിക്കുമ്പോൾ ചൊല്ലിക്കൂടാ. അതുപോലെ തന്നെ ഒരു കുളിന നേരത്തും കണ്ട ഹാലത്തഹൂർ ശുദ്ധീകരിക്കുന്ന അവസരത്തിലും ലീ ഗാസിലിനെ കുളിക്കുന്ന അവസരത്തിൽ തഹൂരൻ നേരത്തിൽ വാഹനത്തിൽ കയറുന്ന അവസരത്തിലും എങ്ങനത്തെ അത് കടലിലായാലും ശരി കരയിലായാലും ശരി. സുമ്മലി ദാഖിലിഹി പിന്നെ പ്രവേശിക്കുന്ന ഇലാ മസ്ജിദി ഇലാ മസ്ജിദി ദാഖിലിഹിന്റെ അവിടെ ഹാ വേണം, ബൈത്തിലൊന്നും ഹാ ഇല്ല. വാസിലി വാസിലി ലിദാഖിലിൻ ഇലാ മസ്ജിദിന് പോലെ ബൈത്തിന്റെ കാഫിയൊക്കെ അനുഭവം. ഈ എന്തിനാന്ന് നയിക്കുന്നു ഈ ഹീണ്ട ഹീയാകുമ്പോ പിന്നെ അവിടെ മഫല് കൊടുങ്ങലാണ്. അതെ ഒരു കോപ്പി സ്റ്റാർട്ടിങ് മാത്രം നെറ്റിനെടുത്താണ്. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി എടുക്കാൻ ഇഷ്ടം നോക്കാം. ഇത് അതന്നെയാ അതന്നെ സെയിം. അപ്പം മറ്റേ ക്ലാരിറ്റി എങ്ങനെയാ നോക്കി. പക്ഷെ ബക്കത്തുള്ള കിതാബ് വേറുണ്ട് മാറിനാ അത് ഇതാണ്. അത് ഹാമിഷ് വിസാലത്തും അതിലത്തെ ജവാബി തവസ്സുലി അതിനൊക്കെ നമുക്ക് കിട്ടിയിട്ടാണ് തവസ്സലല്ലേ. അത് പുല്ലടിക്കണമെങ്കിൽ അടിക്കാൻ അത് വേറെ കിതാബ് കിട്ടൂ. ഇതിന് നബിമാമിന്റെ ഹദീസ് കിട്ടുന്ന സ്ഥാനത്ത് ഇത് വേറെ കിതാബ്. മിസ്ബാഹുൽ അനാം
പക്ഷെ ഇത് സാധനം മാറിയാടാ. പറയുന്നുണ്ട് മിസ്ബാഹുൽ അനാമ് ജലാവുന്നലാം സാധനയെ ഇബാറത്തെ മാറി. നോക്കറാ, മിസ്ബാഹുൽ അലാമല്ല, നോക്കി ഹദീസിനിക്കാനല്ല. അഹ്മദുല്ലാഹ കാശിഫുൽ ഖുറൂബി മുദിലുൽ ഖുതൂബ് എന്നാ തുടങ്ങുന്നത്. കിടക്കുന്നതാണ് ഔ ബൈത്തി, അല്ല വീട്ടിലേക്ക് കിടക്കുന്നതാണ്. വസ്ത്രം ധരിക്കുമ്പോ, വസ്ത്രം ഊരുമ്പോൾ, വീടുകളുടെ വാതിൽ അടക്കുന്ന നേരത്ത്, വിളക്ക് കടത്തുന്ന നേരത്ത്, ആനീരത്തിന്റെ നേരത്ത്, മിമ്പറിന്റെ നേരത്ത്, ആ മിമ്പർ ഒരു ബൈത്തിന്റെ പൂർത്തീകരണം. ഒരു നല്ല ഹാമിലാണ് കുത്തുബോധനാണ് വഹിച്ചിരിക്കുന്ന സാധനമുള്ള മിമ്പർ. മയ്യത്തിന്റെ കണ്ണ് കൂട്ടിക്കൊടുക്കുമ്പോൾ, പിന്നെ കബറിൽ വെക്കുമ്പോൾ, പിന്നെ കക്കൂസിൽ നിന്ന് പുറപ്പെടുമ്പോൾ, മിർഹാദിന് അർത്ഥം ആക്കി കൊടുത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു ഗുഫ്രാനക അല്ലാഹു ഗുഫ്രാനക എന്ന് പറഞ്ഞിട്ടില്ല. സുമ്മലി ദാഖിലിൻ, പിന്നെ കേറുമ്പോൾ കക്കൂസിൽ കയറുന്നാക്ക് വരണ്ടില്ല. കാബത്തിന്റെ തവാഫ് തുടങ്ങുമ്പോൾ ലഹാ ശറഫുർ റഹ്മാൻ, അത് കാബത്തിന്റെ ദ്വാരന്നതാ, അല്ലാഹു തആല ശറഫാക്കിയ കാബയാണ്. പിന്നെ ഇന്ത വുളൂഇന്റെ നേരത്ത്, സുമ്മ ഇന്ത തയമ്മുമിന്റെ നേരത്ത്, അറക്കുന്ന നേരത്ത്, ഫവാദിബ് നീ എന്താക്കണം, ഇതെല്ലാം ഫവാദിബ് ബിസ്മി പതിവാക്കിക്കോ. അൽ ഹബീബിൽ മുവാസിൽ, നിന്നെ പിരിയാത്ത ഒരു സുഹൃത്തിനെ പോലെയാക്കി വെക്കണം ബിസ്മിയ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ സലാത്തും സലാമും അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ലഫാദിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. അപ്പൊ ബിസ്മ ജല സുന്നത്താക്കപ്പെട്ട ഈ സ്ഥലങ്ങളിൽ പറഞ്ഞ ബസ്മലത്തിന്റെ മേലെ സംസാര കസീറും ജിദ്ദൻ, ധാരാളം ഇനിയും പറയാനുണ്ട്. എത്രയും പറഞ്ഞതിൽ കിഫായത്തുണ്ട് എന്നുള്ള മുപ്പർ നിർത്തി. ഇനി അൽഹംദുലില്ലക്ക് കടക്കുന്നു. അൽഹംദു ഐ കുല്ലു സനാഇൻ. ചാവടിക്കാത്ത ആളെ കൂടി